മാസ്റ്റർ കി അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അതായത് നമ്മൾ ഒരു മുൻവർഷ ഈ ഇടയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പോകട്ടെ എന്ന പദത്തിലെ പ്രകാര പ്രത്യയം ഏത്? പോകട്ടെ എന്ന പദത്തിലെ പ്രകാര പ്രത്യയം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. നിയോജകം, നിർദ്ദേശകം, വിധായകം, അനുജ്ഞായകം. നമ്മുടെ ആൻസർ നിയോജകം എന്നാണ്. നിയോജകം നമുക്ക് നോക്കാം. പോകട്ടെ എന്ന പദത്തിലെ പ്രകാര പ്രത്യയം എന്താണ്? നിയോജക പ്രകാരമാണ്. ഇനി എന്താണ് പ്രകാരം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കാലവും പ്രകാരവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എന്താണ് കാലം? കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ നടക്കുന്ന സമയത്തെ സൂചിപ്പിക്കുന്നതാണ് കാലം. ക്രിയ നടക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് കാലം. ഒരു പ്രവൃത്തി നടക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? കാലം. നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാനിരിക്കുന്നത് എന്നിങ്ങനെ കാലത്തെ മൂന്നായിട്ട് തിരിക്കാം. നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാനിരിക്കുന്നത് എന്ന് കാലത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ നടക്കുന്ന സമയമാണ്. അതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് ഭൂതകാലം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്ന കാലമാണ് ഭൂതകാലം. ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്ന കാലത്തെ പറയുന്നതാണ് ഭൂതകാലം. ഈ, തു എന്നീ പ്രത്യയങ്ങൾ ചേർത്താണ് ഭൂതകാലം ഉണ്ടാകുന്നത്. അപ്പൊ ഭൂതകാലം വരുന്നത് ഈ, തു എന്നീ പ്രത്യയങ്ങൾ ചേർത്താണ്. ഈ പ്രത്യയം ചേർന്ന ഭൂതകാല രൂപങ്ങൾക്ക് ഉദാഹരണം ഈ എന്ന് ചേർന്ന് വരുന്ന ഭൂതകാലങ്ങൾക്ക് ഉദാഹരണമാണ് പോയി, വാടി, ചൂടി, തേടി, നേടി, ഓടി. ഇതൊക്കെ ഭൂതകാലങ്ങളാണ് അല്ലെ? കഴിഞ്ഞുപോയ കാലങ്ങളെ കാണിക്കുന്നതാണ്. തു ചേർന്ന് വരുന്ന ഭൂതകാലത്തിന് ഉദാഹരണം കേട്ടു, വിറ്റു, പറഞ്ഞു, നടന്നു. ഇതൊക്കെ ഭൂതകാലങ്ങളാണ്. അപ്പൊ ഈയും തൂയും ചേർത്ത് നമുക്ക് ഭൂതകാലത്തെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നോക്കിയേ, പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്ന കാലത്തെ പറയുന്ന പേരാണ് ഭൂതകാലം. നമ്മൾ ചേർക്കുന്ന പ്രത്യയങ്ങൾ എന്തൊക്കെയാ? ഈയും തൂവും എന്നീ പ്രത്യയങ്ങളാണ് ചേർക്കുന്നത്. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ നമ്മൾ ചേർക്കുന്നത് ഇന്ന് അല്ല ഉന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും ചേർക്കുന്നത്. അപ്പം കാണുന്നു, കേൾക്കുന്നു, പോകുന്നു എന്നൊക്കെ പറയുമ്പോഴ് വർത്തമാനകാലമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒന്ന് എന്ന് പറയുന്ന പ്രത്യയമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ആണ് കേട്ടോ. അപ്പൊ ഒന്ന് എന്ന് പറയുന്ന പ്രത്യയമാണ് ചേർക്കുന്നത്. അപ്പൊ കാണുന്നു, കേൾക്കുന്നു, പോകുന്നു, പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പഠിച്ചു, പോയി, കേട്ടു, കണ്ടു എന്നൊക്കെ പറയുമ്പം അത് ഭൂതകാലത്തെ കാണിക്കുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ഭാവികാലം. ഭാവികാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയ കൊണ്ട് സൂചിപ്പിക്കുന്ന പ്രവൃത്തി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കാണിക്കുന്നതാണ് ഭാവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇനി നടക്കാൻ പോകുന്ന കാലമാണ് എന്തുവാ? ഭാവികാലം. ഓക്കെ, എന്ന പ്രത്യയം ചേർത്താണ് ഭാവികാലം വരിക. എന്ന് ചേർക്കുന്ന പ്രത്യയം ചേർത്താണ് എന്ത് വരുന്നത്? ഭാവികാലം വരുന്നത്. ഉദാഹരണം പോകും, വരും, പഠിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഭാവികാലം. അപ്പൊ ക്രിയ നടക്കുന്ന സമയത്തിന് നമ്മൾ കാലം എന്ന് പറയുന്നു. കാലത്തെ നമുക്ക് മൂന്നായി തിരിക്കാം. എന്തൊക്കെയാണ്? ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ നടന്നു കഴിഞ്ഞ കാലമാണ്. വർത്തമാനകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഭാവികാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്ന കാലമാണ്. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് പ്രകാരം? പ്രകാരം, ആ പ്രകാരത്തിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ കാലം എന്തെന്നറിഞ്ഞെങ്കിലേ പ്രകാരവും കൂടെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ധാതു, ഒരു ക്രിയാധാതു എന്നാണ്. ക്രിയാധാതു അതിന്റെ അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതാണ് പ്രകാരം. ഒരു ക്രിയാധാതു അതിന്റെ അർത്ഥത്തെ പ്രകടമാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് പ്രകാരം. ക്രിയാധാതു അതിന്റെ അർത്ഥത്തെ കാണിക്കുന്ന രീതിയാണ് പ്രകാരം അല്ലെ? ക്രിയാധാതുവിന്റെ അർത്ഥത്തിൽ ചില സവിശേഷതകൾ കൂട്ടിച്ചേർക്കുകയാണ് പ്രകാരം ചെയ്യുക. നിയോഗം, വിധി, കൃത്യം, ശീലം, പ്രാർത്ഥന, സമ്മതം, ആവശ്യം, അപേക്ഷ തുടങ്ങിയ വിശേഷാർത്ഥങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേർക്കുന്നു. എന്തൊക്കെയാണ്? നിയോഗം, വിധി, കൃത്യം, ശീലം, പ്രാർത്ഥന, സമ്മതം,
അതുപോലെ ആവശ്യം, അപേക്ഷ തുടങ്ങിയ വിശേഷാർത്ഥങ്ങൾ നമ്മൾ എവിടെ ചേർക്കുന്നു? ആ ക്രിയാധാതുവിനോടൊപ്പം ചേർക്കുന്നു. അപ്പം പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയാധാതു അതിന്റെ അതായത് അർത്ഥത്തെ എങ്ങനെയാണോ വെളിപ്പെടുത്തുന്നത് അതിന് പറയുന്ന പേരാണ് പ്രകാരം. ഇനി നമുക്ക് പ്രകാരം എത്ര വിധമുണ്ടെന്ന് നോക്കാം. പ്രകാരം 6 വിധമാണ്. അതിൽ ആദ്യത്തേതാണ് നിർദ്ദേശക പ്രകാരം. ചിലര് ഈ പ്രകാരത്തെ 4ആയിട്ട് പറഞ്ഞിട്ട് ഈ 2 പ്രകാരം നിയോജക പ്രകാരത്തിൽ ചേർത്ത് പറയാറുണ്ട്. നമുക്ക് ഈ 6 പഠിക്കാം. അപ്പൊ എന്താണ് നിർദ്ദേശക പ്രകാരം നോക്കാം. ക്രിയയുടെ യഥാർത്ഥ രൂപം നിർദ്ദേശിച്ചു കൊണ്ട് നിൽക്കുന്ന പ്രകാരമാണ് ഇത്. ക്രിയയുടെ യഥാർത്ഥ രൂപം നിർദ്ദേശിച്ചു കൊണ്ട് നിൽക്കുന്ന രൂപം. അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ എങ്ങനെ പറയാം? ഭൂതം, വർത്തമാനം, ഭാവി എന്നീ 3 കാലങ്ങളുടെയും പ്രത്യയം ചേർന്ന് വരുന്ന രൂപങ്ങളാണ് നിർദ്ദേശകത്തിൽ വരിക. അപ്പൊ നിർദ്ദേശക പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3 കാലങ്ങൾ. നമ്മൾ നേരത്തെ കാലങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഈ 3 കാലങ്ങളിലുമുള്ള ക്രിയകളാണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നിർദ്ദേശക പ്രകാരം എന്ന് പറയാം. ഉദാഹരണമാണ് കേട്ടു, അത് ഭൂതകാലം അല്ലേ. കേൾക്കുന്നു വർത്തമാനകാലമാണ്. കേൾക്കും ഇതെന്താണ്? ഭാവി കാലമാണ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നിർദ്ദേശക പ്രകാരത്തിൽ വരുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? ഓടി, ഓടുന്നു, ഓടും ഇതും 3 കാലങ്ങളിലുമുള്ള ക്രിയകളാണ്. അപ്പൊ 3 കാലങ്ങളിലുമുള്ള ക്രിയകൾ വരുന്നതെല്ലാം ഇവിടെ വരും? നിർദ്ദേശക പ്രകാരത്തിൽ വരും. മനസ്സിലായോ പറഞ്ഞത്? അടുത്തതാണ് നിയോജക പ്രകാരം. നിയോജക പ്രകാരം എന്ന് പറഞ്ഞാൽ ക്രിയാധാതുവിനൊപ്പം നിയോഗം അഥവാ ആജ്ഞ എന്ന വിശേഷാർത്ഥത്തെ കൂട്ടിച്ചേർക്കുന്ന പ്രകാരമാണ് നിയോജക പ്രകാരം. അതായത് ആജ്ഞയോ അപേക്ഷയോ ആണ് എന്ത് കാണിക്കുന്നത്? ആജ്ഞ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ? അപേക്ഷ. ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷയെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നിയോജക പ്രകാരം. ഇവിടെ അട്ടേ എന്നോ ഇന്നെന്നോ ചേർന്ന് വരുന്നു. അട്ടേ എന്നോ ഇന്നെന്നോ ചേർന്ന് വരുന്നു. ഉദാഹരണം നമുക്ക് പറയാം. അട്ടേ, ഇന്ന് എന്നിവ ചേർന്ന് വരുന്നത് എന്ത് പറയാൻ പറ്റും? അട്ടേ, ഇന്ന്. അപ്പം ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ അതൊരു അപേക്ഷയാണ്. ഞാൻ ഉറങ്ങട്ടെ. ഇനിയോ നിങ്ങൾ എഴുതുവിൻ അതൊരു ആജ്ഞയാണ് അല്ലേ. അപ്പൊ അട്ടയെന്നോ ഇന്നെന്നോ അവസാനിക്കുകയാണെങ്കിൽ എന്ത് എഴുതിക്കോണം? നിയോജക പ്രകാരം. അതായത് ഏത് രൂപത്തിലേ വരാവുള്ളൂ? ആജ്ഞയുടെയോ അപേക്ഷയുടെയോ രൂപത്തിലേ വരാവുള്ളൂ. ഒരു ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ വരികയാണ്, അതിന്റെ കൂടെ എന്ത് വരും? പ്രത്യയം അട്ടയെന്നോ ഇന്നെന്നോ വരുന്നു. നിങ്ങൾ ഈ പ്രത്യയവും ആ പേരും പഠിച്ചു വെച്ചിരുന്നാൽ തന്നെ നമുക്കിത് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ശ്രദ്ധിക്കുക. വിധായക പ്രകാരം. ക്രിയാധാതുവിനൊപ്പം വിധി, കൃത്യം, ശീലം, പതിവ് തുടങ്ങിയ വിശേഷണങ്ങൾ കൂട്ടിച്ചേർക്കുന്ന പ്രകാരമാണ്. പ്രത്യയം അണമാണ്. അണം അവസാനിക്കുന്നത് എങ്ങനെയാ? അണം എന്നാണ്. അപ്പം പഠിക്കണം, പോകണം, വരണം, കാണണം അല്ലെ, സത്യം പറയണം, രാവിലെ എണീക്കണം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ വരികയാണെങ്കിൽ അതായത് അണം എന്ന് അവസാനിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? വിധായക പ്രകാരമായിരിക്കും. മനസ്സിലായ പറഞ്ഞത്? ക്രിയാധാതുവിനൊപ്പം വിധി, കൃത്യം, ശീലം, പതിവ് തുടങ്ങിയ വിശേഷങ്ങൾ കൂട്ടിച്ചേർക്കുന്ന പ്രകാരമാണ് വിധായക പ്രകാരം. ഓക്കെ ആണല്ലോ. അടുത്ത ശ്രദ്ധിക്കുക. അടുത്തതാണ് അനുജ്ഞായക പ്രകാരം. അനുജ്ഞായകം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമ്മതം എന്നാണ്. സമ്മതം എന്ന അർത്ഥത്തെ ക്രിയയോട് കൂട്ടിച്ചേർക്കുന്ന പ്രകാരമാണ് അനുജ്ഞായകം. നമ്മളൊരു സമ്മതം പറയുമ്പോൾ നമ്മൾ ആം എന്നാണ് പറയുന്നത് അല്ലെ. അതായത് അതിന്റെ പ്രത്യയം എന്ത് വരും? ആം എന്ന് വരും. പഠിക്കാം, എഴുതാം, പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനെയാ കാണിക്കുന്നത്? അനുജ്ഞായക പ്രകാരത്തെയാണ് കാണിക്കുന്നത്. 4 ക്ലിയർ ആയല്ലോ. അപ്പൊ നിർദ്ദേശക പ്രകാരത്തിൽ എന്താണ്? 3 കാലങ്ങളിലുമുള്ള ക്രിയകൾ വരും. ഇനി നിയോജക പ്രകാരത്തിലാണെങ്കിലോ ആജ്ഞയോ അപേക്ഷയോ വരും. അവിടെ അട്ടയെന്നോ ഇന്നെന്നോ വരുന്നു. വിധായക പ്രകാരത്തിൽ സത്യം, ശീലം, വിധി ഇവയൊക്കെ കാണിക്കും. അണം എന്നാണ് അവസാനിക്കുന്നത്. അടുത്ത എന്താണ്? അനുജ്ഞായക പ്രകാരമാണ്. സമ്മതത്തെ കാണിക്കുകയാണ്. സമ്മതത്തെ കാണിക്കുമ്പോൾ നമ്മൾ ആം എന്ന് ചേർക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ആശംസക പ്രകാരം. ഒരു ആശംസയെ കാണിക്കുകയാണ്. ആശംസയെ കാണിക്കുമ്പോൾ നമ്മൾ അവിടെ
എന്ത് ചേർക്കാറുണ്ട്? അട്ടെ എന്ന് ചേർത്ത് വരാറുണ്ട്. അതായത് നിനക്ക് നന്മ വരട്ടെ എന്ന് പറയും. നിനക്ക് നന്മ വരട്ടെ എന്ന് പറയുമ്പോൾ ഇതൊരു ആശംസയാണ് അല്ലെ. നമ്മൾ അട്ടെ ചേർത്ത് പഠിച്ചായിരുന്നു. എന്തിലാ? നിയോജക പ്രകാരത്തിൽ പഠിച്ചായിരുന്നു. അവിടെ അട്ടെ എന്ന് വരുന്നത് എങ്ങനെയാ? അപേക്ഷയുടെ രൂപമാണ്. എന്നാൽ ഒരു ആശംസയുടെ രൂപത്തിൽ വരികയാണെങ്കിൽ അത് ആശംസക പ്രകാരമാണ്. മംഗളം ഭവിച്ചാലും മംഗളാശംസകൾ, ആയുഷ്മാൻ ഭവ, ഇതൊക്കെ എന്താ? ആശംസകളാണ്. അപ്പൊ ആശംസയെ കാണിക്കുന്ന പ്രകാരമാണ് ആശംസക പ്രകാരം. മനസ്സിലായോടെ? അട്ടേന്ന് വരുന്നത് എങ്ങനെയാ? അതൊരു ആശംസയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റത്തെയാണ് പ്രാർത്ഥക പ്രകാരം. പ്രാർത്ഥക പ്രകാരം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ രക്ഷിക്കണേ, അണേ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അവിടുത്തെ പ്രത്യം എന്താ? അണേ എന്നാണ്. എനിക്ക് ഭിക്ഷ തരണേ എന്ന് പറയുന്നു, അതും പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഭിക്ഷ തരണേ എന്ന് പറയുന്നു, അത് പ്രാർത്ഥനയാണെന്ന് ഓർക്കുക. അണേ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ അവസാനം വരുന്നത്, അതുകൊണ്ടത് പ്രാർത്ഥക പ്രകാരം. മനസ്സിലായോ പറഞ്ഞത്? അപ്പം നിർദ്ദേശക പ്രകാരത്തിൽ എങ്ങനെയാണ്? നിർദ്ദേശക പ്രകാരത്തില് 3 കാലങ്ങളിലുമുള്ള ക്രിയകൾ വരുന്നു. 3 കാലങ്ങളിലുമുള്ള ക്രിയകൾ വരുന്നതാണ് എന്നു പറയുന്നത്. 3 കാലങ്ങളിലുമുള്ള ക്രിയകൾ വരുന്നതാണ് എന്നു പറയുന്നത് നിർദ്ദേശക പ്രകാരം. ഇനി നിയോജക പ്രകാരം. നിയോജക പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാല് ആജ്ഞയോ അപേക്ഷയോ കാണിക്കുന്നു. അവിടെ അട്ടെ എന്നോ ഇന്നെന്നോ വരുന്നു. അടുത്ത എന്താണ്? വിധായിക പ്രകാരമാണ്. വിധായിക പ്രകാരം എന്ന് പറഞ്ഞാൽ സത്യം, ശീലം, വിധി ഇവയെ കാണിക്കുന്നു. പ്രത്യം എന്ത് വരും? അണം വരും. അടുത്ത എന്താണ്? അടുത്തത് അനുജ്ഞായിക പ്രകാരമാണ്. അനുജ്ഞായിക പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമ്മതത്തെ കാണിക്കുന്നു. അവിടെ എന്ത് വരുന്നു? ആം വരുന്നു. അടുത്തത് എന്താ? ആശംസക പ്രകാരം. ആശംസയെ കാണിക്കുന്നു ഇല്ലേ? ആശംസക പ്രകാരം ആശംസയെ കാണിക്കുന്നു. അവിടെ എന്ത് വരും? അട്ടയെന്ന് വേണമെങ്കിൽ വരാം. അപ്പോൾ അട്ടയെന്ന് വരുന്നത് എന്തിനെയാണെന്ന് ഓർക്കണം. ആശംസയെ കാണിക്കുകയാണെങ്കിൽ അല്ലേ അത് ആശംസക പ്രകാരമാകുകയുള്ളൂ. അടുത്ത എന്താ? പ്രാർത്ഥക പ്രകാരം. പ്രാർത്ഥനയുടെ രൂപത്തിലുള്ളതാണ്. അവിടെ വരുന്ന പ്രത്യം എന്താണ്? അണേ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മള് കുറച്ച്, അതായത് പ്രകാരം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭഗീരഥ പ്രയത്നം എന്നാൽ എന്താണെന്ന്. ഭഗീരഥ പ്രയത്നം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കേ, എളുപ്പപ്പണി, സൂത്രപ്പണി, കഠിനാധ്വാനം, പണി ചെയ്യാതിരിക്കൽ. എന്താ ഭഗീരഥ പ്രയത്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിനാധ്വാനം എന്നാണ്. കഠിനാധ്വാനം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ശൈലികളാണ് പറയുന്നത്. നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശൈലികളാണ്. അപ്പൊ നമുക്കൊന്നും കൂടെ അത് നോക്കാം. നോക്കിക്കേ, അങ്കുലി പരിമിതം. അങ്കുലി പരിമിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിരലിൽ എണ്ണാവുന്നത് എന്നാണ്. അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വിരലിൽ എണ്ണാവുന്നത്. അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം എന്നാണ്. അജഗജാന്തരം വലിയ വ്യത്യാസം. ഇഞ്ചി കടിക്കുക. ഇഞ്ചി കടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കഠിനമായിട്ട് ദേഷ്യപ്പെടുക എന്നാണ്. ഇഞ്ചി കടിക്കുക, കഠിനമായി ദേഷ്യപ്പെടുക. ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ട് ചവിട്ടുക ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഓക്കെ, ഉപ്പ് കൂട്ടി തിന്നുക. ഉപ്പ് കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക. ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. അപ്പൊ നോക്കിക്കേ, അങ്കുലി പരിമിതം. അങ്കുലം വിരലാണ്. അപ്പൊ വിരലിൽ എണ്ണാവുന്നത്. അജഗജാന്തരം വലിയ വ്യത്യാസമാണ്. വലിയ വ്യത്യാസം. അജം ആട്, ഗജം ആന അല്ലെ. അവർ തമ്മിൽ നല്ല വ്യത്യാസമാണ് അല്ലെ. ഇനി ഇഞ്ചി കടിക്കുക എന്ന് വെച്ചാൽ എന്തോ? കഠിനമായി ദേഷ്യപ്പെടുക, ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, ഉപ്പും കൂട്ടി തിന്നുക, നന്ദി കാണിക്കുക, ഉണ്ട ചോറിൽ കല്ലിടുക, നന്ദികേട് കാണിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ശ്രദ്ധിക്കാം. ഉപ്പും ചോറും തിന്നുക. ഉപ്പും ചോറും തിന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രിതനായിട്ട് കഴിയുക. ആശ്രിതനായിട്ട് കഴിയുക. ഉടച്ചു വാർക്കുക എന്ന് വെച്ചാൽ എന്താ? ഉടച്ചു വാർക്കുക, അഴിച്ചു പണിയുക. ഉമ്മാക്കി കാട്ടുക. ഉമ്മാക്കി കാട്ടുക വെറുതെ ഭയപ്പെടുത്തുക എന്നാണ്. ഏഴാം കൂലി, നിസാരൻ. ഇനി ഒച്ചിഴയുക. ഒച്ചിഴയുക എന്ന് പറഞ്ഞാൽ ഒച്ചിഴ നമുക്ക് പോകാന്ന് വെച്ചാൽ വേഗത കുറവല്ലേ കാണിക്കുന്നത്. അപ്പൊ വേഗത കുറവ്. കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക. കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക.
കൂപമണ്ടൂകം. എന്താ കൂപമണ്ടൂകം? ലോകവിവരമില്ലാത്തവൻ. കൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്, മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവള. കിണറ്റിലെ തവളയാകുമ്പം കിണറ്റിലെ കാര്യങ്ങൾ മാത്രമേ ആ തവളയ്ക്ക് അറിയത്തുള്ളൂ അല്ലേ? അപ്പൊ കൂപമണ്ടൂകം ലോകവിവരം ഇല്ലാത്തവൻ. ഒന്നൊക്കെ ഉപ്പും ചോറും തിന്നുക, ആശ്രിതനായി കഴിയുക, ഉടച്ചു വാർക്കുക, അഴിച്ചു പണിയുക, ഉമ്മാക്കി കാട്ടുക, വെറുതെ ഭയപ്പെടുത്തുക, ഏഴാം കൂലി, നിസ്സാരൻ, ഒച്ചിഴയുക, വേഗത കുറവ്, കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക, കൂപമണ്ടൂകം ലോകവിവരം ഇല്ലാത്തവൻ. അടുത്ത് നോക്കിയേ, കീശയിൽ കൈയിട്ട് നടക്കുക. കീശയിൽ കൈയിട്ട് നടക്കുകയാണെങ്കിൽ ജോലി ഒന്നും ചെയ്യാൻ നടക്കുകയല്ലേ? അപ്പൊ ജോലി ഒന്നും ചെയ്യാതെ നടക്കുക. കുടത്തിലെ വിളക്ക്. ഒരു കുടത്തിനകത്ത് വിളക്കിയിരിക്കുകയാണ്. പുറത്തറിയാത്ത യോഗ്യത, നമ്മൾ അറിയുന്നില്ല, പുറത്തറിയാത്ത യോഗ്യത. കുതിര കയറുക. ചില ആൾക്കാർ നമ്മൾ പറയാറുണ്ട് കുതിര കയറുന്നത് അല്ലെ? എന്താ? കാര്യമില്ലാതെ ഉപദ്രവിക്കുക. ഇതൊക്കെ ചക്രം ചവിട്ടുക. ഭയങ്കരമായിട്ട് ചക്രം ചവിട്ടുകയാണ്. ബുദ്ധിമുട്ടുക. എന്താണ്? ബുദ്ധിമുട്ടുക. തത്തമ്മ ചൊല്ല്. കേട്ടിട്ടില്ലേ? തത്തമ്മ ചൊല്ല് എന്ന് വെച്ചാ പറയുന്നത് ഏറ്റു പറയുകയാണ് തത്തമ്മ ചൊല്ല് ചെയ്യുന്നത് ഇല്ലേ? പറയുന്നത് ഏറ്റു പറയുക. ദീപാവളി കുളിക്കുക. എന്താ? ഉള്ളതെല്ലാം ദീപാവളി കുളിച്ച് തീർത്തെന്നൊക്കെ പറയാറുണ്ട്. ദൂർത്തടിക്കുക. അപ്പൊ നോക്കിയേ, കീശയിൽ കൈയിട്ട് നടക്കുക, ജോലി ഒന്നും ചെയ്യാതെ നടക്കുക. കുടത്തിലെ വിളക്കെന്ന് പറഞ്ഞാൽ പുറത്തറിയാത്ത യോഗ്യത. കുതിര കയറുക, കാര്യമില്ലാതെ ഉപദ്രവിക്കുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. തത്തമ്മ ചൊല്ല്, പറയുന്നത് ഏറ്റു പറയുക. ദീപാവലി കുളിക്കുക, ധൂർത്തടിക്കുക. ക്ലിയർ ആയല്ലോ? അടുത്ത ശ്രദ്ധിക്കാം. ധൃതരാഷ്ട്രാലിംഗനം. ധൃതരാഷ്ട്രാലിംഗനം എന്ന് വെച്ചാൽ എന്താ? സ്നേഹം നടിച്ച് നശിപ്പിക്കുക അല്ലെ? ധൃതരാഷ്ട്രാലിംഗനം, സ്നേഹം നടിച്ച് നശിപ്പിക്കുക. നാന്ദി കുറിക്കുക, തുടക്കം കുറിക്കുക. നാന്ദി കുറിക്കുക, തുടക്കം കുറിക്കുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നെല്ലിപ്പലക കാണുക, അവസാനം കാണുക. അപ്പൊ ധൃതരാഷ്ട്രാലിംഗനം, സ്നേഹം നടിച്ച് നശിപ്പിക്കുക. നാന്ദി കുറിക്കുക, തുടക്കം കുറിക്കുക. നക്ഷത്രം എണ്ണിക്കുക, കഷ്ടപ്പെടുത്തുക. നെല്ലിപ്പലക കാണുക, അവസാനം കാണുക. ക്ലിയർ ആയല്ലോ? അടുത്ത നോക്കുക. പമ്പരം ചുറ്റിക്കുക. പമ്പരം ചുറ്റിക്കുക എന്ന് വെച്ചാൽ പ്രയാസപ്പെടുത്തുക എന്നാണ് കേട്ടോ. 11-ാം മണിക്കൂർ. 11-ാം മണിക്കൂർ എന്ന് വെച്ചാൽ അവസാന നിമിഷം എന്നാണ്. പർവ്വതീകരിക്കുക. പർവ്വതീകരിക്കുക, വലുതാക്കുക. ഭഗീരഥ പ്രയത്നം. നമ്മളിപ്പോ പറഞ്ഞു ഭഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ അവസാനമാണ്. നക്രബാഷ്പം അല്ലെങ്കിൽ മുതലക്കണ്ണീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളക്കരച്ചിലാണ്. അപ്പൊ നോക്കിയേ, പമ്പരം ചുറ്റിക്കുക, പ്രയാസപ്പെടുത്തുക. 11-ാം മണിക്കൂർ, അവസാന നിമിഷം. പർവ്വതീകരിക്കുക, വലുതാക്കുക. ഭഗീരഥ പ്രയത്നം, കഠിനമായ പരിശ്രമം. ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ്. നക്രബാഷ്പം അല്ലെങ്കിൽ മുതലക്കണ്ണീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കള്ളക്കരച്ചിൽ എന്നാണ്. ക്ലിയർ ആയോ? അടുത്തത് വനരോധനം. വനരോധനം, ഒരു വനത്തിന് നടുവിൽ ചെന്ന് നിലവിളിക്കുക. ആരെങ്കിലും കേൾക്കോ? ആരും കേൾക്കാത്ത കരച്ചിൽ അല്ലെങ്കിൽ പ്രയോജനശൂന്യം എന്നൊക്കെയാണ് വനരോധനം എന്ന വാക്കിന്റെ അർത്ഥം, എന്ന ശൈലിയുടെ അർത്ഥം. വിഹക വീക്ഷണം, അകപ്പാടെയുള്ള നോട്ടം, ആകെയുള്ള സൂക്ഷ്മതയോടെയുള്ള ഒരു നോട്ടമാണ്. വെള്ളരിക്കാ പട്ടണം, നീതി നിറയും കെട്ട സ്ഥലത്തെയാണ് നമ്മൾ വെള്ളരിക്കാ പട്ടണം എന്ന് പറയുന്നത്. വേദവാക്യം. വേദവാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലംഘിക്കാൻ കഴിയാത്തത്. അയാൾ പറയുന്നവർക്ക് അങ്ങ് വേദവാക്യം എന്നൊക്കെ പറയാറുണ്ട്. ലംഘിക്കാൻ കഴിയാത്തതെന്നാണ്. ശിങ്കിടി പാടുക, സഹായിയായി നിൽക്കുക. ശിങ്കിടി നമ്മള് അതായത് കഥകളിയിലെ ഗായകരാണ്. ആരാ? പൊന്നാനിയും ശിങ്കിടി ഇല്ലേ? അപ്പൊ ശിങ്കിടി പാടുക എന്ന് വെച്ചാൽ സഹായിയായിട്ട് നിൽക്കുക എന്നാണ്. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ചുരുക്കി പറയുക. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ് ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ശവത്തിൽ കുത്തുക, അവശരെ ഉപദ്രവിക്കുക. ശതകം ചൊല്ലിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സങ്കടപ്പെടുത്തുക. അപ്പൊ വനരോധനം, ആരും കേൾക്കാത്ത കരച്ചിൽ. വിഹക വീക്ഷണം, അകപ്പാടെയുള്ള ഒരു നോട്ടം. വെള്ളരിക്കാ പട്ടണം, നീതിയും നിറയും കെട്ട സ്ഥലം. വേദവാക്യം, ലംഘിക്കാനാകാത്ത വാക്ക്. ശിങ്കിടി പാടുക, സഹായിയായി നിൽക്കുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ശവത്തിൽ കുത്തുക, അവശരെ ഉപദ്രവിക്കുക. ശതകം ചൊല്ലിക്കുക, സങ്കടപ്പെടുത്തുക. ഓക്കെ ആണോ? ഇനി സിംഹാവലോകനം. എന്താ സിംഹാവലോകനം എന്ന് വെച്ച് കഴിഞ്ഞാല് അതും നമ്മുടെ വിഹക വീക്ഷണത്തിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ആകപ്പാടെയുള്ള ഒരു നോട്ടം. ഇനി ഇത്തിൽ കണ്ണി പിടിക്കുക, നല്ല ആൾക്ക് ചീത്ത കൂട്ടുകെട്ട് ഉണ്ടാവുക എന്നാണ് കേട്ടോ. നല്ല ആൾക്ക് ചീത്ത കൂട്ടുകെട്ട് ഉണ്ടാവുക.
ഉദകം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനം ചെയ്യുക എന്നാണ്. ഉദകം ചെയ്യുക, ദാനം ചെയ്യുക. കരതലാമലകം എന്ന് വെച്ചാൽ അതിസ്പഷ്ടം അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്നത് എന്നൊക്കെയാണ് എന്തിന്റെ അർത്ഥവാ? കരതലാമലകം, കയ്യിൽ ഒതുങ്ങുന്നത്. അപ്പൊ നോക്കിയേ, കരതലാമലകം എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽ ഒതുങ്ങുന്നത് അല്ലെങ്കിൽ അതിസ്പഷ്ടം. കരതലാമലകം അതായത് കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്നാണ് അതിന്റെ ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കയ്യിൽ നെല്ലിക്ക ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്പഷ്ടമായിട്ടിരിക്കും അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കും കേട്ടോ. നെയ്യിൽ കൈമുക്കുക, സത്യം ചെയ്യുക എന്നുള്ളതാണ്. ത്രിശങ്കു സ്വർഗം, എങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം. അപ്പൊ സിംഹാവലോകനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആകപ്പാടിയുള്ള നോട്ടം. ഇത്തിൽ കണ്ണി പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആൾക്ക് ചീത്തക്കൂട്ടിട്ടുണ്ടാവുക. ഉദകം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനം ചെയ്യുക. കരതലാമലകം അതിസ്പഷ്ടം അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങുന്നത് എന്നാണ്. നെയ്യിൽ കൈമുക്കുക എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുക എന്നാണ്. ത്രിശങ്കു സ്വർഗം, എങ്ങും ഇല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് അമരക്കാരൻ. ഈ ഇടയ്ക്ക് ചോദിച്ചു, അമരക്കാരൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ് അല്ലെ? അമരക്കാരൻ നിയന്ത്രിക്കുന്നത്. അമരം പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അമരം പിടിക്കുക, നിയന്ത്രിക്കുക, അവരെ നിയന്ത്രിക്കുക. ഇനി അല്ലെങ്കിൽ വഴി കാണിക്കുക എന്നാണ് അമരം പിടിക്കുക എന്ന ശൈലർത്ഥ. ഇനി അമരം തെറ്റുക എന്നാണെങ്കിലോ ഈ വള്ളത്തിനൊക്കെ അമരക്കാർ കാണുമല്ലോ. അപ്പൊ അവർക്ക് അമരം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപകടത്തിലാവും അല്ലെ? അപ്പൊ അമരം തെറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അപകടത്തിലാവുക എന്നാണ്. അപ്പൊ അമരക്കാരൻ നിയന്ത്രിക്കുന്നവൻ എന്നാണ്. നാരദൻ ഏഷണിക്കാരൻ. ഏകോദര സഹോദരന്മാർ, പരസ്പര സ്നേഹവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരെ പറയുന്നതാണ് ഏകോദര സഹോദരന്മാർ. ധനാശി പാടുക, അവസാനിപ്പിക്കുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ള ചെയ്യുക. ഏഷണി കൂട്ടുക, ഇല്ലാത്തത് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക. അപ്പൊ നോക്കിയ, അമരക്കാരൻ നിയന്ത്രിക്കുന്നവൻ, നാരദൻ ഏഷണിക്കാരൻ, ഏകോദര സഹോദരന്മാർ പരസ്പര സ്നേഹവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ, ധനാശി പാടുക, അവസാനിപ്പിക്കുക, അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ള ചെയ്യുക, ഏഷണി കൂട്ടുക, ഇല്ലാത്തത് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക. അരിയിട്ട് പോവുക, അരിയിട്ട് പോവുക, തെക്കോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക എന്നാണ്. അരിയിട്ട് പോവുക, തെക്കോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മരിക്കുക. ഓട്ടക്കൈ എന്ന് വെച്ചാൽ ഓട്ടക്കൈ, അതിന്റെ ഓട്ടക്കൈ എന്നൊക്കെ പറയാറുണ്ട്. എന്താ? വലിയ ചെലവാണ് അല്ലെ? ഇനി കച്ച കെട്ടുക, ചെട്ടുക, തയ്യാറാവുക. ആകാശക്കോട്ട, മനോരാജ്യം. അപ്പൊ അരിയേറ്റ് പോവുക, തെക്കോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ മരിക്കുക. ഓട്ടക്കൈ എന്ന് വെച്ചാൽ വലിയ ചെലവ്, കച്ച കെട്ടുക, തയ്യാറാവുക, ആകാശക്കോട്ട, മനോരാജ്യം. കറവപ്പശു. എന്താ കറവപ്പശു എന്ന് വെച്ച് കഴിഞ്ഞാല് ലാഭകരമായ വസ്തു എന്നാണ് അല്ലെ? ലാഭകരമായ വസ്തു. ചില ആൾക്കാർ കറവപ്പശു എന്നൊക്കെ പറയും. അവർക്കുണ്ട് ആ വീടിന് ലാഭമുണ്ട്. അപ്പൊ ലാഭകരമായ വസ്തു എന്നാണ് കറവപ്പശു എന്ന ശൈലിയുടെ അർത്ഥം. കാർക്കോടക നയം, രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയമാണ് കാർക്കോടക നയം. രക്ഷിച്ചവനെ ഉപദ്രവിക്കുന്ന നയം. നെല്ലിപ്പടി കാണുക, നെല്ലിപ്പടി വരെ എത്തിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവസാനം കാണുക, അവസാനം വരെ ചെല്ലുക. കോയിത്തമ്പുരാൻ. എന്താ കോയിത്തമ്പുരാൻ? മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഭാര്യയുടെ വരി നിൽക്കുന്ന ഭർത്താവിനെ പറയുന്നതാണ് എന്തുവാ? കോയിത്തമ്പുരാൻ. ഏടുകെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പഠിത്തം അവസാനിപ്പിക്കുക. ഏടുകെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക. അപ്പൊ കറവപ്പശു എന്താ? ലാഭകരമായ വസ്തു. കാർക്കോടക നയം, രക്ഷിച്ചവനെ ശിക്ഷിക്കുന്ന നയം. നെല്ലിപ്പടി കാണുക, അടിസ്ഥാനം വരെ ചെല്ലുക. കോയിത്തമ്പുരാൻ, ഭാര്യയുടെ വരി നിൽക്കുന്ന ഭർത്താവ്. ഏടുകെട്ടുക, പഠിത്തം അവസാനിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൃണാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൃണാളം. നോക്കിക്കേ, മൃണാളം എന്ന വാക്കിന്റെ അർത്ഥം തളിര്, തരംഗം, താമര, പത്രം. എന്താണ് മൃണാളം എന്ന് പറഞ്ഞാൽ? അത് താമര എന്നാണ്. മൃണാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? താമര. ഓക്കെ, നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം. ശ്രദ്ധിക്കുക. പര്യായ പദങ്ങളാണ്. പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളെ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. അച്ഛൻ. അച്ഛൻ എന്നുള്ളതിന്റെ പര്യായ പദം നോക്കിക്കേ. താതൻ, ജനകൻ, പിതാവ്, ജനയിതാവ്. എന്തൊക്കെയാണ്? താതൻ, ജനകൻ, പിതാവ്, ജനയിതാവ് എന്നാണ് കേട്ടോ. ഇവിടെ യായുണ്ട്. ജനയിതാവ് ഇങ്ങനെയാണ്. ജനിതാവ് എന്നല്ല, ജനയിതാവ്. ഓക്കെ. അമ്മ.
മാതാവ്, തായ, ജനനി, ജനയിത്രി, ജനിത്രി, അംബ, പ്രസു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? അമ്മയാണ്. അപ്പൊ അച്ഛൻ, താതൻ, ജനകൻ, പിതാവ്, ജനയിതാവ്. അമ്മയാണെങ്കിലോ മാതാവ്, തായ, ജനനി, ജനയിത്രി, ജനിത്രി, അംബ, പ്രസു. ഇനി അംശു. അംശു എന്ന് വെച്ച് കഴിഞ്ഞാൽ കതിര്, കിരണം, രശ്മി. അപ്പൊ രശ്മി എന്നോ കിരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അംശു, കതിർ, കിരണം, രശ്മി എന്തൊക്കെയാണ് എന്തിന്റെ പര്യായപദങ്ങള്? ഈ രശ്മി എന്നുള്ളതിന്റെ പര്യായപദങ്ങളാണ് അംശു, കതിർ, കിരണം. അതായത് കൂടുതലായിട്ട് നമുക്ക് രശ്മി എന്നുള്ള വാക്കായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അംശു എന്നുള്ളതും എന്തിന്റെ പര്യായപദം നോക്കുക? രശ്മി എന്നുള്ളതിന്റെ പര്യായപദങ്ങളാണ് അംശു. ഇനി അംശു എന്നുള്ള വാക്ക് ചോദിച്ചാൽ കതിർ, കിരണം, രശ്മി. ഓക്കെ ആണല്ലോ. അനുജൻ. അനുജൻ അവരജൻ, കനിഷ്ഠൻ, തമ്പി, ജഘന്യൻ. അപ്പൊ അനുജൻ എന്നുള്ളതിന് അവരജൻ, കനിഷ്ഠൻ, തമ്പി, ജഘന്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? അനുജനാണ്. ഓക്കെ. അടുത്ത അനുജത്തി എന്നാണെങ്കിലോ കനിഷ്ഠ, അവരജ, കനീയസി, തങ്കച്ചി എന്നല്ലെങ്കിൽ തങ്ക എന്നൊക്കെ പറഞ്ഞാലും എന്തുവാണ്? അതും അനിയത്തിയാണ് കേട്ടോ. തങ്കച്ചി അല്ലെങ്കിൽ തങ്ക. ഓക്കെ. അസ്ത്രം. അസ്ത്രം ഇടയ്ക്ക് ചോദിച്ചായിരുന്നല്ലേ? അസ്ത്രം അമ്പ്, ശരം, സായകം, വിശിഖം, ബാണം. ആകാശം. ആകാശം പ്രീവിയസ് ആണ്. അമ്പരം, വ്യോമം, ദ്യോവ്, അഫ്രം, വാനം, മാനം, വാനം, മാനം, നഫസ്, ഗഗനം, ബീഡം, വിഹായസ്. വിഹായസ് എന്ന് പറഞ്ഞാലും അതെന്താണ്? ആകാശമാണ്. വിഹായസിലൂടെ ഗമിക്കുന്നത് കൊണ്ടാണ് പക്ഷികൾക്ക് വിഹകം എന്ന പേര് വരുന്നത്. മനസ്സിലായോ? പക്ഷിയുടെ പര്യായത്തിൽ വരുന്നതാണ് വിഹകം. അമൃതം. അമൃതത്തിൻ്റെത് പീയൂഷം, സുധ. അരയന്നം, മരാളം. മരാളമാണ് ഇത്. അന്നം, ഹംസം, ശ്വേതഗരുദം, ചക്രാംഗം. ഇതെല്ലാം അരയന്നത്തിന്റെ പര്യായ പദങ്ങളാണ്. അരയാൽ. ചലദളം, അശ്വത്ഥം, പിപ്പലം, ബോധിദ്രുമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരയാലാണ്. ക്ലിയർ ആണോ? അടുത്ത് നോക്കിക്കേ. അസ്ഥി ചോദിച്ചിട്ടുണ്ട്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എല്ല്, കീകസം, അസ്ഥി. അസ്ഥിയുടെ പര്യായ പദങ്ങളാണ് എല്ല്, കീകസം. ആമ. ആമയുടേത് കമഠം, ധരണി, ധരം, കൂർമ്മം, കച്ചപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആമയാണ്. കമഠം, ധരണി, ധരം, കൂർമ്മം, കച്ചപം. ആടിന്റെ ആണെങ്കിൽ അജം, ചകം, ബസ്തം. അകം, അജം, ചകം, ബസ്തം. ആട്. ആശ്രമം. ഉടജം, പർണശാല, തപോവനം. ഉടജം, പർണശാല, തപോവനം. ആഹാരം. ഭക്ഷണം, ഭോജനം, അഷ്ടി, അശനം. ആഹാരം എന്നുള്ളത് ഭക്ഷണം, ഭോജനം, അഷ്ടി, അശനം. ഇല. പർണം. പായാണ്. പർണം, പത്രം, പലാശം, ദലം, ഛതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലയാണ്. ഇരുട്ട്. തമസ്, തിമിരം, അന്ധകാരം, ധ്യാന്തം. ധ്യാന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇരുട്ട്, തമസ്, തിമിരം, അന്ധകാരം, ധ്യാന്തം. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കേ. ഈച്ച. നീല, വർവണ, മക്ഷിക. ഉപ്പ്, ലവണം, സാമുദ്രം, ഊഷകം, അക്ഷീപം, വസീരം. ഇത് നമുക്ക് ചോദിച്ചത് എങ്ങനെയാണെന്നറിയോ? വ്യത്യസ്തമായത് ഏത് എന്നുള്ള രീതിയിലാണ്, കൂട്ടത്തിൽ പെടാത്ത ഏതെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് ഈ ഇടയ്ക്ക് സാമുദ്രവും അക്ഷീപവും വസീരവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് വേറെ വാക്കായിരുന്നു കേട്ടോ. ഇനി ഉറക്കം. ഉറക്കം എന്നുള്ള സുഷുപ്തി, നിദ്ര, സുപ്തി, സ്വാപം, സംവേഷം, ശയനം. ഇനി ഉയരം. ഉച്ചം, ഉന്നതം, പ്രാംശു. ഉറുമ്പ്, പിപീലിക, ഉറവി, വമ്രി, വൽമി. കഴുത്ത്. കണ്ഠം, ഗളം, കന്തരം, ഗ്രീവം. ഇതെല്ലാം കഴുത്ത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ. ഓക്കെ. അടുത്തത് കടുവ. നരി, വ്യാഘ്രം. കടൽ. സമുദ്രം, ആഴി, സാഗരം, ഉദതി, പാരാവാരം, അബ്ദി, അർണവം. അടുത്തത് കണ്ണാടി.
അബ്ദി ദായാണ് ഈ ദായ. കണ്ണാടി, ദർപ്പണം, മുകുരം, ആദർശം. കണ്ണാടി, ദർപ്പണം, മുകുരം, ആദർശം. കണ്ണ്, നയനം, അക്ഷി, നേത്രം, ലോചനം, മിഴി, ചക്ഷുസ്. അഗ്നി എന്നുള്ളതിന്റെയോ തീ, വാഹിനി, അന്നലൻ, പാവകൻ, കൃഷാനു. അടുത്ത അങ്കണം, മുറ്റം, അജീരം, ചത്വരം. മുറ്റം, അജീരം, ചത്വരം. അടുത്ത ഉരകം, പാമ്പ്, പന്നകം, സർപ്പം, നാഗം, അഖം, ഫണി. അഖം എന്നാണ് ഫണി, ഭുജംഗം. അഹി, അഖല, അഹി. ഇപ്പൊ ഉരകം, പാമ്പ്, പന്നകം, സർപ്പം, നാഗം, അഹി, ഫണ്ണി, ഭുജംഗം. കുരങ്ങ്, മർക്കടം, വാനരം, കപി. കുതിര, കുതിര ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹയം, വാചി, അശ്വം, തുരകം, തുരങ്കമം. കുയിൽ, കോകിലം, കളകണ്ഠം, പികം, കാകപുഷ്ടം, പരഭൃതം, വനപ്രിയം. കുയില്, കോകിലം, കളകണ്ഠം, പികം, കാകപുഷ്ടം, പരഭൃതം, വനപ്രിയം. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുക. അപ്പൊ നമ്മൾ കുറച്ച് പര്യായ പദങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ പര്യായ പദങ്ങൾ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. അടുത്ത് നോക്കിക്കേ, അലിംഗ ബഹുവചന പ്രത്യയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്ന്, അള്ള്, ഈ, അറ്. അപ്പൊ അലിംഗ ബഹുവചന പ്രത്യയം അറാണ് നോർക്കുക. എന്താണ് അറ്? നമുക്കറിയാം വചനപ്രത്യയങ്ങള്. ഏകവചനത്തിന് എന്തോ ഇല്ല, പ്രത്യയമില്ല. ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ് അറ്, മാർ, കള്ള്. ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ അർ, മാർ, കൾ. നമുക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഈ ഇടയ്ക്ക് എനിക്കൊന്ന് അസിസ്റ്റന്റ് സെസ്മാന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു ചോദിച്ചത്, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതെന്ന്. അതായത് അർ, മാർ, കൾ ഇവ ഇല്ലാത്ത വരി നോക്കാനാണ് പറയുന്നത് കേട്ടോ. വചനപ്രത്യയങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാ? അറ്, മാർ, കള്ള്. ഈ സലിംഗ ബഹുവചന പ്രത്യയം, സലിംഗ ബഹുവചന പ്രത്യയം അങ്ങനെ സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എല്ലാം അറ്, മാർ, കൾ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ പോലും സലിംഗ ബഹുവചനത്തിന്റെ പ്രത്യയമായിട്ട് നമുക്ക് മാർ, കൾ ഇവയെ പറയാം. അലിംഗ ബഹുവചന പ്രത്യയമായിട്ട് അറ്, മാർ, കൾ മൂന്നും പറയുന്നുണ്ട്. പൂജക ബഹുവചനത്തിന്റെ പ്രത്യയമായിട്ട് അറ്, ആർ, കള്ള്, അറ്, ആ, കള്ള് ഇവ പറയുന്നു. മനസ്സിലായോ? അപ്പം നിങ്ങള് അർമാർക്കൾ എന്നുള്ളത് എന്തിന്റെ പ്രത്യയമാണെന്ന് ഓർക്കുക? ബഹുവചനത്തിന്റെ പ്രത്യയമാണെന്ന് ഓർക്കുക. അതായത് മാർക്കൾ എന്നുള്ളത് സലിംഗ ബഹുവചനവും അർമാർക്കൾ എന്നുള്ളത് അലിംഗ ബഹുവചനവും പൂജക ബഹുവചനത്തിൽ ആർക്കള്ള് എന്നിവയാണ് വരുന്നത്, കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ മൂന്നും വരുവേ, അർമാർക്കള്ള് ഇത് മൂന്നും ഈ മൂന്നിനകത്തും വരുന്നുണ്ട് കേട്ടോ. ലിംഗപ്രത്യയങ്ങൾ, സ്ത്രീലിംഗത്തിന്റെ പ്രത്യയമാണ് ഈ എന്നുള്ളത്. സ്ത്രീലിംഗത്തിന്റെ പ്രത്യയം ഈ. പുല്ലിംഗത്തിന്റെ പ്രത്യയമാണ് അന്ന്. അതായത് മിടുക്കി എന്ന് പറയുമ്പോൾ ഈലല്ലേ അവസാനിക്കുന്നത്. എല്ലാ പദങ്ങളിലും ഈ അവസാനിക്കുന്നില്ല. പ്രത്യയം ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഴുതിക്കോണം. പുല്ലിംഗ പ്രത്യയം അന്നാണ്. പുരുഷൻ, മിടുക്കൻ എന്നൊക്കെ പറയുമ്പോൾ എന്തിൽ അവസാനിച്ചു? അന്നിൽ അവസാനിച്ചു ഓർക്കുക. നപുംസകലിംഗത്തിന്റെ പ്രത്യയമാണ് അമ്മ അല്ലെങ്കിൽ ത്. ഉദാഹരണം നമുക്ക് മരം, പാലം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നപുംസകലിംഗ പ്രത്യയങ്ങളാണ്. എന്നാൽ എല്ലാ പദങ്ങളെല്ലാം അവസാനിക്കത്തില്ല. നദി എന്ന് പറയുമ്പോൾ നപുംസകലിംഗം ആണ്, പക്ഷെ അമ്മിലോ തൂലോ അല്ല അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ പ്രത്യയങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സ്ത്രീലിംഗത്തിൻ്റെത് ഈ, പുല്ലിംഗത്തിന്റെ അന്ന്, നപുംസകലിംഗത്തിൻ്റെത് അമ്മ അല്ലെങ്കിൽ തൂ തുടങ്ങിയവയാണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കേ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓക്കെ, പ്രവൃത്തി എന്നുള്ള പദമാണ് 4 രീതിയിൽ ചോദിച്ചിരിക്കുന്നത്. പ്രവൃത്തി എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. എന്നാൽ പ്രവർത്തനം എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, പ്രവർത്തനം. കണ്ടോ? നമുക്ക് കുറച്ച് വാക്കുകൾ പ്രീവിയസ് ആണ്, അത് നമുക്ക് പറയാം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതിയത്. ശരിയായ പദങ്ങളാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കി പഠിക്കുക. യാദൃച്ഛികം, ചായും ഇച്ഛായുമാണ് വരേണ്ടത്. കവയിത്രി, ഇത്രി എന്നാണ് വരേണ്ടത്. അഞ്ജലി, അഞ്ജലി, ജായാണ് വരേണ്ടത്. അതിഥി, ആതിഥേയൻ,
വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി കണ്ടോ, അച്ഛൻ്റെ ഇച്ഛയാണ്. എന്നാൽ ശരത്ചന്ദ്രൻ എന്ന് പറയുമ്പോഴോ ഇച്ഛ അല്ലെ, ശരത്ത് വരുന്നത് അത് പിരിച്ചെഴുതുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. അത് കണ്ടോ, ഭഗവത്ഗീത കണ്ടോ, ഭഗവത്ഗീത. ദോശ കഴിച്ചിട്ട് ഭഗവത്ഗീത വായിക്കുക, അങ്ങനെയൊക്കെ ഓർത്താ കിട്ടും ഇതൊക്കെ. അപ്പൊ ഭഗവത്ഗീത. ഓക്കെ, അടുത്ത നോക്കിയ പാദസരം, പ്രദക്ഷിണം, ജഡായു കണ്ടോ, ജഡായുന് ഇസ്ഡ, മടയൻ ഇസ്ഡായാണ്. അപ്പൊ ജഡായു, മടയൻ. പീഡനം എന്ന് പറഞ്ഞപ്പോഴോ ദാ തിരിച്ചിട്ട് സാ തിരിച്ചിട്ടോ. ആഠ്യത, ജന്മിത്തം. ജന്മിത്തം എന്ന് അവസാനിച്ച ഇത്ത എന്നുള്ള പദമാണ് വരുന്നത്, ഇത്ത എന്നുള്ള അക്ഷരമാണ് വരുന്നത്. പ്രഭുത്വം, സ്ത്രീത്വം. എന്നാൽ മഹത്വം എന്ന് പറയുമ്പോൾ ഇത്ത വരുന്നു കണ്ട, മഹത്വം. ആണത്തം, ഋഗ്വേദം, ത്വഗ്രോഗം. ഗായാണ് ഋഗ്വേദം, ത്വഗ്രോഗം, വാഗ്വാദം ഒക്കെ പറയുമ്പോൾ. കൈയക്ഷരം, കൈ ഇങ്ങനെയാണ് എഴുതേണ്ടത്. കൈയക്ഷരം, കൈച്ചെലവ്. ഈ കൈച്ചെലവിന് മാത്രമേ ഇച്ഛാ വരുത്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കൂട്ടക്ഷരം അല്ലാതെ എഴുതണം. കൈയക്ഷരം കണ്ട, കൈയക്ഷരം, കയ്യാമം, കയ്യാങ്കളി എന്നൊക്കെ പറയുമ്പോൾ കൂട്ടക്ഷരം അല്ല എന്ന് ഓർക്കുക. ചിതലാണ് ശരി, ചെതൽ തെറ്റാണ്. അതുപോലെ കണ്ടുപിടിത്തമാണ് ശരി കേട്ടോ, കണ്ടുപിടിത്തം. ചൂടാമണി, ശ്രേഷ്ഠം, വിശിഷ്ടം കണ്ട, ശ്രേഷ്ഠത്തിൻ്റെത് പൂജ്യണ്ടായാണെങ്കിൽ വിശിഷ്ടത്തിൻ്റെത് എന്താണ്, എസ്ഡായാണ്. അടുത്ത നോക്കിയേ, രക്ഷാകർത്താവ് എന്നാ ശരി, രക്ഷകർത്താവല്ല രക്ഷാകർത്താവ്. ഹാർദമാണ് ശരി, ചുമതല ബോധമാണ് ശരി, വായന വാരം. അശൗഹിണി കണ്ട, അശൗഹിണി. പത്തനംതിട്ട LDക്ക് ചോദിച്ച ഒരു വാക്കാണ് അശൗഹിണി. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ കുറച്ച് വാക്കുകൾ, അതായത് നമുക്ക് യാദൃച്ഛികം എന്നുള്ള പദം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു യാദൃച്ഛികം? അതാണ്ട് യാദൃച്ഛികം, അത് പറഞ്ഞിരുന്നില്ലേ, യാദൃച്ഛികം ഇങ്ങനെയായിരുന്നു. അതൊക്കെ നമ്മുടെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തൽപുരുഷ സമാസത്തിന് ഉദാഹരണം ചോദിച്ചിരിക്കുകയാണ്. സംസാര സാഗരം, മീനാക്ഷി, സുഖദുഃഖങ്ങൾ, നാലമ്പലം. ഇതിന്റെ ആൻസർ സംസാര സാഗരം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംസാര സാഗരം എങ്ങനെ നമ്മൾ ഗ്രഹിക്കുന്നത്? സംസാരമാകുന്ന സാഗരം, സംസാരമാകുന്ന സാഗരം. ആകുന്ന വന്നത് കൊണ്ട് രൂപക തൽപുരുഷൻ കേട്ടോ. നമ്മളത് ക്ലാസ്സുകളിൽ എടുത്ത് തന്നിട്ടുള്ളതാണ്. മീനാക്ഷി, മീനിന്റെ അക്ഷി പോലുള്ളവൾ, മീനിനെ പോലെ അക്ഷിയുള്ളവൾ മീനാക്ഷി. അത് ബഹുവ്രീഹി സമാസത്തിൽ വരുന്നതാണ്. സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും രണ്ട് പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. ദ്വന്ദ്വ സമാസം. നാലമ്പലം, 4 അമ്പലം. അപ്പൊ 4 എന്നുള്ളത് സംഖ്യയാണ്. സംഖ്യ വരികയാണെങ്കിൽ ദ്വിഗു സമാസമാണ്. ഓക്കെ, നമുക്ക് തൽപുരുഷ സമാസത്തെ കുറിച്ച് ഒന്ന് പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സമാസം തന്നെ നമ്മൾ ക്ലാസ്സുകളായിട്ട് എടുത്തു തന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്താണ് സമാസം എന്ന് പറഞ്ഞാൽ? രണ്ട് പദങ്ങളെ വിഭക്തി പ്രത്യയങ്ങളില്ലാതെ കൂട്ടിച്ചേർത്തതിന് പറഞ്ഞ പേരാണ് സമാസം കേട്ടോ. സമാസത്തെ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ 1ാമത്തെ സമാസമാണ് അവ്യയീഭാവൻ, 2 തൽപുരുഷ സമാസം, 3 ദ്വന്ദ്വ സമാസം, 4 ബഹുവ്രീഹി. ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൽ തൽപുരുഷ സമാസമാണ് ഇത്തിരി കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. തൽപുരുഷ സമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ഘടകപദങ്ങളാക്കുമ്പോൾ ഉത്തരപദത്തിന് അല്ലെങ്കിൽ 2ാമത്തെ പദത്തിന് പ്രാധാന്യം. ഘടകപദങ്ങളാക്കുമ്പോൾ ഉത്തരപദത്തിന് അല്ലെങ്കിൽ 2ാമത്തെ പദത്തിന് പ്രാധാന്യം വരുന്നതാണ് തൽപുരുഷ സമാസം. നോക്കുക, നദീതീരം എന്നുള്ള പദത്തിൽ നമ്മൾ വിഗ്രഹിക്കുന്നത് നദിയുടെ തീരം എന്നാണ്. ഇവിടെ ഈ തീരം എന്നുള്ള പദമാണ് 2ാമത്തെ പദം. അതിന് നമ്മൾ ഉത്തരപദം എന്ന് പറയും. ഈ ഉത്തരപദത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഇതിന് നമ്മൾ പറയുന്ന പേര് തൽപുരുഷ സമാസം. മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, കൊമ്പ് മരത്തിന്റെ കൊമ്പിനാണ് പ്രാധാന്യം. തൽപുരുഷ സമാസത്തിൽ ചേർക്കുന്ന വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ 7ആയിട്ട് തിരിക്കുന്നു. അപ്പൊ തൽപുരുഷ സമാസത്തിൽ നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നുണ്ട്. കണ്ടോ, ഉടേ, ഇന്ത്യ എന്നൊക്കെ ചേർത്തണ്ടോ. അപ്പൊ അതുപോലെ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുന്നതിന്റെ അടിസ്ഥാനം നമ്മൾ അതിനെ 7ആയിട്ട് തിരിക്കുന്നു. നമുക്കറിയാം വിഭക്തി പ്രത്യയങ്ങൾ 7 ഉണ്ട്. അപ്പൊ അങ്ങനെ ആ പേരാണ് ഇതിന് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം. നിർദ്ദേശീയ തൽപുരുഷനാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ നമുക്കറിയാം നിർദ്ദേശിക്കുക എന്ന വിഭക്തിക്ക് പ്രത്യയമില്ല. എന്നാൽ ഘടകപദങ്ങളാക്കുമ്പോൾ എന്ന പ്രത്യയം വരികയാണെങ്കിൽ എന്ത് വരുന്നു? നിർദ്ദേശിക തൽപുരുഷൻ. ഹിമാലയ പർവ്വതം എന്ന പദം നമ്മൾ വിഗ്രഹിക്കുന്നത് എങ്ങനെയാ? ഹിമാലയം എന്ന പർവ്വതം. അവിടെ എന്ന് ചേർത്ത് നമ്മൾ വിഗ്രഹിച്ചോ. നളനൃപൻ, നളൻ എന്ന നൃപൻ എന്ന് പറഞ്ഞു. നളൻ എന്ന നൃപൻ. അപ്പൊ ഇവിടെ എന്ന വന്നു. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ഘടകപദങ്ങളാക്കുമ്പോൾ എന്നാണ് വരുന്നതെങ്കിൽ അതെന്താണ്? നിർദ്ദേശിക തൽപുരുഷനാണ്. മനസ്സിലായോ? അടുത്ത് നോക്കുക.
പ്രതിഗ്രാഹിക തൽപുരുഷൻ. പ്രതിഗ്രാഹിക തൽപുരുഷൻ, പ്രതിഗ്രാഹികയുടെ നമുക്കറിയാം എന്താ പ്രത്യയം എ ആണ്. ഘടകപദങ്ങളാക്കുമ്പോൾ എ എന്ന പ്രത്യയം ചേർന്ന് വരുന്നു. കോഴി വളർത്തൽ എന്നുള്ളത് നമ്മൾ വിഗ്രഹിക്കുകയാണ്. കോഴിയെ വളർത്തൽ എ, കണ്ടോ എ വന്നു. മരം കൊത്തി, മരത്തെ കൊത്തുന്നത്, ഇവിടെയും എ വന്നു. എ വന്നാൽ പ്രതിഗ്രാഹിക തൽപുരുഷൻ. അടുത്തത് സംയോജിക തൽപുരുഷനാണ്. സംയോജികയുടെ പ്രത്യയം നമുക്കറിയാം ഓടാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ ഓട് എന്ന പ്രത്യയം ചേർന്ന് വരുന്നു. ദേശഭക്തി, ദേശത്തോടുള്ള ഭക്തി ഓട്. പിതൃസ്നേഹം, പിതാവിനോടുള്ള സ്നേഹം ഓട് വന്നു. ഓട് വന്നാൽ അതെന്താണ്? സംയോജിക തൽപുരുഷൻ. ഓക്കെ, അടുത്തത് ഉദ്ദേശിക തൽപുരുഷനാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ ഇക്കിന് എന്നീ പ്രത്യയങ്ങളാണ് ചേർന്ന് വരുന്നത്. ഉദാഹരണം പൂജാപാത്രം, പൂജയ്ക്കുള്ള പാത്രം, ഇക്ക് വന്നില്ലേ. യാഗശാല, യാഗത്തിനുള്ള ശാല, ന വന്നു. അപ്പൊ ഇക്കിന് വരികയാണെങ്കിൽ അതെന്താണ്? ഉദ്ദേശിക തൽപുരുഷൻ. ഇത് ആ വിഭക്തി പ്രത്യയത്തിന്റെ പേര് ചേർത്ത് നമ്മൾ അങ്ങ് പറയുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് പ്രയോജിക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ആല്, കൊണ്ട് എന്നിവ ചേർന്ന് വരുന്നു. ആല്, കൊണ്ട് എന്നിവ ചേർന്ന് വരുന്നു. ഉദാഹരണം മൺപാത്രം, മണ്ണ് കൊണ്ടുള്ള പാത്രം. ഇവിടെ ആലെന്നോ കൊണ്ടെന്നോ, മണ്ണ് കൊണ്ടുള്ള അല്ലെ മണ്ണാലുള്ള പാത്രം എന്ന് പറയാം. വാത്സല്യാർദ്രം, വാത്സല്യത്താൽ ആർദ്രമായത്, ആല് വന്നു. എന്തുവാണ്? പ്രയോജിക തൽപുരുഷൻ. അടുത്തത് സംബന്ധിക തൽപുരുഷനാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ എന്ത് വരും? ഇന്റെ എന്നോ ഉടേ എന്നോ ചേർന്ന് വരുന്നു. ഇന്റെ, ഉടേ എന്നിവ ചേർന്ന് വരുന്നു. അപ്പം മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്. പുലിവാൽ, പുലിയുടെ പാൽ, ഇന്ത്യയുടെ ചേർന്ന് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? സംബന്ധിക തൽപുരുഷനായിരിക്കും. അടുത്തതാണ് ആധാരിക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ഇല്ലെന്ന പ്രത്യയം ചേർന്ന് വരുന്നു. മൺവെട്ടി, മണ്ണിൽ വെട്ടുന്നതാണ്. നിലം തല്ലി, നിലത്തിൽ തല്ലുന്നതാണ്. അപ്പൊ ഇല്ല് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ആധാരിക തൽപുരുഷനാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇത് വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തൽപുരുഷ സമാസത്തെ തിരിച്ചത്. ഇനി വിഭക്തി പ്രത്യയങ്ങൾ ഇല്ലാതെയും നമുക്ക് സമാസത്തെ തിരിക്കാം. ഏതിനെയാ? തൽപുരുഷ സമാസത്തെ വീണ്ടും തിരിക്കാം. അപ്പൊ അതും കൂടെ ഒന്ന് പറയാം. കർമ്മധാരനാണ് അതിലാദ്യം. കർമ്മധാരൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ആയ എന്ന് വരികയാണെങ്കിൽ ആയ എന്ന പ്രത്യയം ചേർന്ന് വരുന്നതാണ് കർമ്മധാരൻ. ഉദാഹരണം മനോഹര രൂപം നമ്മൾ എങ്ങനെയാ വിഗ്രഹിക്കുന്നേ? മനോഹരമായ രൂപം. ആയ വന്നു, ആയ വന്നാൽ കർമ്മധാരനാണ്. പച്ചപ്പട്ട്, പച്ചയായ പട്ട്, ആയ വന്നു, ആയ വന്നു കഴിഞ്ഞാൽ കർമ്മ. ഇപ്പൊ എപ്പോഴും നിറം പറയുമ്പോൾ നമ്മൾ ആയ എന്ന് ചേർത്ത് തന്നെ വിഗ്രഹിക്കാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത ശ്രദ്ധിക്കുക, രൂപക തൽപുരുഷൻ. ഘടകപദങ്ങളാക്കുമ്പോൾ ആകുന്ന എന്ന പദം ചേർന്ന് നമുക്ക് ചോദിച്ചത് അതായിരുന്നു. രൂപക തൽപുരുഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. പൂർവ്വപദവും ഉത്തരപദവും അഭേദാർത്ഥത്തിൽ സമാസിക്കുന്ന തൽപുരുഷ സമാസമാണ് രൂപക തൽപുരുഷൻ. നോക്കിക്കേ, ജീവിത ഗ്രന്ഥം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ജീവിതമാകുന്ന ഗ്രന്ഥം. ഹൃദയ സരസ്, ഹൃദയമാകുന്ന സരസ്. ആകുന്ന വന്നാൽ രൂപക തൽപുരുഷനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ സംസാര സാഗരം എന്നാണ്. സംസാരമാകുന്ന സാഗരം തൽപുരുഷ സമാസത്തിന്റെ വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ രൂപക തൽപുരുഷൻ. അടുത്തതൊക്കെ മധ്യമ പദലോപിയാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ അർത്ഥമുണ്ടാകാൻ വേണ്ടി മധ്യത്തെ ചേർത്ത പദം വിഗ്രഹിക്കുമ്പോൾ ലോപിച്ചു പോകുന്നു. തീവണ്ടി എന്ന പദം തീയാൽ ഓടുന്ന വണ്ടി. പഴക്കട, പഴം വിൽക്കുന്ന കട. നോക്കിയ തീവണ്ടി, തീയാൽ ഓടുന്ന വണ്ടി. ഇത് നമ്മൾ അർത്ഥം ഉണ്ടാകാൻ വേണ്ടി ചേർത്ത പദമല്ലേ. എന്നാൽ അത് സമാസിച്ച സമയത്ത് ഇവിടെ ഉണ്ടോ? തീവണ്ടി എന്നുള്ളതിനകത്തുണ്ടോ? ഇല്ല, അത് ലോപിച്ചു പോകുന്നു. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? മധ്യമ പദ ലോപി. പഴക്കട, പഴം വിൽക്കുന്ന കടയാണ്. അപ്പൊ വിൽക്കുന്ന എന്ന പദം നമ്മൾ ചേർത്തതാണ് അർത്ഥം ഉണ്ടാകാൻ വേണ്ടി. അത് സമാസിച്ച സമയത്ത് അതിലില്ല, അത് ലോപിച്ചു പോകും. ഇതിന് നമ്മൾ എന്ത് പറയും? മധ്യമ പദ ലോപി എന്ന് പറയുന്നു. അടുത്തതാണ് ദിഗുസമാസം. ദിഗുസമാസം യഥാർത്ഥത്തിൽ ഇതൊരു സംസ്കൃത സമാസമാണ്. അപ്പൊ ഘടകപദങ്ങളാക്കും, പക്ഷെ നമ്മൾ തൽപുരുഷ സമാസത്തിൽ ചേർത്ത് പഠിക്കുന്നതാണ് ഏതാ? ദിഗുസമാസം. ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യ വരുന്നു. സമാസിക്കുന്ന പദങ്ങളിൽ ആദ്യത്തേത് മലയാളത്തിലെയോ സംസ്കൃതത്തിലെയോ സംഖ്യ ആയിരിക്കും. ഇരുനീല, രണ്ടു നീല. മൂലോകം, മൂന്ന് ലോകം. അവിടെ സംഖ്യയിലെ വന്നത്. സംഖ്യ വന്നാൽ ദിഗുസമാസം. അടുത്തതാണ് ഇതേതര ദിഗുസമാസം. ഘടകപദങ്ങളാക്കുമ്പോൾ സംഖ്യയും ബഹുവചന രൂപവും വരുന്നു.
സപ്തർഷികൾ 7 മഹർഷികൾ, നവരസങ്ങൾ 9 രസങ്ങൾ. അപ്പം ഇതെന്താണ്? ഇതേതര ദ്വിഗുസമാസമാണ്. അടുത്ത എന്താ? ഉപമിത സമാസം. ഉപമിത സമാസം എന്ന് വെച്ചാൽ ഉപമിക്കുകയാണ്. ഘടകപദങ്ങളാക്കുമ്പോൾ പോലെ എന്ന് വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഉപമിത സമാസമാണ്. അപ്പം തളിർമേനി, തളിര് പോലെയുള്ള മേനി, പോലെ അല്ലേ, അതിനെ പോലെ അല്ലെ, അവളെ പോലെ എന്നൊക്കെ പറയുമ്പോ അതിനെ ഉപമിക്കുകയല്ലേ. അപ്പൊ ഉപമിക്കുകയാണെങ്കിൽ അതെന്താണ്? ഉപമിത സമാസം. അന്നനട, അന്നത്തെ പോലെ, അരയന്നത്തെ പോലെയുള്ള നടപ്പാണ് അന്നനട. അപ്പൊ അതിനകത്ത് വന്നു, ഉപമിത സമാസത്തിൽ വന്നു. അപ്പൊ കർമ്മധാരയനാണെങ്കിൽ എന്ത് വരും? കർമ്മധാരയനാണെങ്കിൽ ആയ വരും. ആയ. രൂപക തൽപുരുഷനാണെങ്കിലോ ആകുന്ന. ഉപമിത സമാസമാണെങ്കിലോ പോലെ എന്ന് വരും അല്ലെ. ഉപമിത സമാസം പോലെ. സംഖ്യ വരുന്ന ദ്വിഗുസമാസവും സംഖ്യയും ബഹുവചന രൂപം വരുന്ന ഇതേതര ദ്വിഗുസമാസവും ആണ് അല്ലെ. മധ്യമ പദലോപി എന്ന് വെച്ചാൽ അർത്ഥം ഉണ്ടാകാൻ വേണ്ടി മധ്യത്തെ ചേർത്ത പദം എന്ത് ചെയ്യുന്നു? ലോപിച്ചു പോകുന്നതാണ് മധ്യമ പദ ലോപി. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പ്രാചീനത്തിന്റെ വിപരീത പദം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അപ്രാചീനം, അനർഹം, അർവാചീനം, ഉപചയം. ഏതാണ് ആൻസർ? അർവാചീനമാണ് കേട്ടോ. അപ്പൊ പ്രാചീനത്തിന്റെ വിപരീത പദം എന്താണ്? അർവാചീനം. അർഹത്തിന്റെയാണ് അനർഹം. അപചയമാണ് ഉപചയം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വിപരീത പദങ്ങളും കൂടെ നോക്കാം. അഗ്രജൻ എന്നതിന്റെ വിപരീത പദം അവരജൻ, അഖം അനഖം, അധപതനം ഉൽപതനം, അധമം ഉത്തമം, അധോഗതി ഉദ്ഗതി, ആർദ്രം ശുഷ്കം, അപചാരം ഉപചാരം, അധോമുഖൻ ഊർധമുഖൻ. അഗ്രജൻ അവരജൻ, അഖം അനഖം, അധപതനം ഉൽപതനം, അധമം ഉത്തമം, അധോഗതി ഉദ്ഗതി, ആർദ്രം ശുഷ്കം, അപചാരം ഉപചാരം, അധോമുഖൻ ഊർധമുഖൻ. ആസ്തി നാസ്തി, അച്ചം അനച്ചം, ആയം വ്യയം, ആദാനം പ്രദാനം, അലസം ഉജ്ജ്വലം, ആർജവം കൗടില്യം, അനുലോമം പ്രതിലോമം. ഓക്കെ, ആസ്തി ഒരുപാട് വട്ടം ചോദിച്ചു. ആസ്തികൻ നാസ്തികൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആസ്തി നാസ്തി, ആസ്തികൻ വരുമ്പോ നാസ്തികൻ. അച്ചം അനച്ചം, ആയം വ്യയം, ആദാനം പ്രദാനം, അലസം ഉജ്ജ്വലം, ആർജവം കൗടില്യം, അനുലോമം പ്രതിലോമം. അഭിജ്ഞൻ അനഭിജ്ഞൻ, അപചയം ഉപചയം, അധമൻ ഉത്തമൻ, ആവരണം അനാവരണം, ആച്ഛാദനം അനാച്ഛാദനം, അപേക്ഷ ഉപേക്ഷ, അതിശയോക്തി ന്യൂനോക്തി, അമരം അണിയം. ഇടയ്ക്ക് ചോദിച്ചു അമരത്തിൻ്റെത്. അപ്പൊ നോക്കേ, അഭിജ്ഞൻ അനഭിജ്ഞൻ, അപചയം ഉപചയം, അധമൻ ഉത്തമൻ, ആവരണം അനാവരണം, ആച്ഛാദനം അനാച്ഛാദനം, അപേക്ഷ ഉപേക്ഷ, അതിശയോക്തി ന്യൂനോക്തി, അമരം അണിയം. അനുകൂലം പ്രതികൂലം, അനുഗ്രഹം നിഗ്രഹം, അപരാധി നിരപരാധി, അപായം ഉപായം, അബദ്ധം സുബദ്ധം, അവർണൻ സവർണൻ, അർഹം അനർഹം, അപേക്ഷിക്കുക ഉപേക്ഷിക്കുക, അധര ഉത്തമ. അനുകൂലം പ്രതികൂലം, അനുഗ്രഹം നിഗ്രഹം, അപരാധി നിരപരാധി, അപായം ഉപായം, അബദ്ധം സുബദ്ധം, അവർണ അവർണൻ സവർണൻ, അർഹം അനർഹം, അപേക്ഷിക്കുക ഉപേക്ഷിക്കുക, അധര ഉത്തര. അടുത്തത് അനുമോദനം അനുശോചനം, അപേക്ഷണീയൻ അപേക്ഷണീയം ഉപേക്ഷണീയം, അനുരോധം പ്രതിരോധം, അതിവൃഷ്ടി അനാവൃഷ്ടി, മഴയില്ലാത്ത അവസ്ഥയാണ് അതിവൃഷ്ടി, അപകർഷം ഉത്കർഷം, അടിയാർ കുടിയാർ, അത്താഴം മുത്താഴം, ആക്രമണം പ്രതിരോധം, ആഗമനം നിർഗമനം. അനുമോദനം അനുശോചനം, അപേക്ഷണീയം ഉപേക്ഷണീയം, അനുരോധം പ്രതിരോധം, അതിവൃഷ്ടി അനാവൃഷ്ടി, അപകർഷം ഉത്കർഷം, അടിയാർ കുടിയാർ, അത്താഴം മുത്താഴം, ആക്രമണം പ്രതിരോധം, ആഗമനം നിർഗമനം.
ആഡംബരം അനാഡംബരം, ആപത്ത് സമ്പത്ത്, ആദി അന്തം, ആധുനികം പ്രാചീനം, അല്ലെ ആദി അനാദി എന്നും പറയാം കേട്ടോ. ആഭ്യന്തരം ബാഹ്യം, ആര്യൻ അനാര്യൻ, ആവിർഭാവം തിരോഭാവം. അപ്പൊ ആഡംബരം അനാഡംബരം, ആപത്ത് സമ്പത്ത്, ആദി അന്തം അല്ലെങ്കിൽ അനാദി, ആധുനികം പ്രാചീനം, ആഭ്യന്തരം ബാഹ്യം, ആര്യൻ അനാര്യൻ, ആവിർഭാവം തിരോഭാവം. ആവൃതം അനാവൃതം, ആഗതൻ നിർഗതൻ, ആരോഹണം അവരോഹണം, ആമയം നിരാമയം, ആഭിമുഖ്യം വൈമുഖ്യം, അപഗ്രഥനം ഉത്ഗ്രഥനം, അപകർഷം ഉത്കർഷം. അപ്പൊ നോക്കിക്കേ, ആവൃതം അനാവൃതം, ആഗതൻ നിർഗതൻ, ആരോഹണം അവരോഹണം, ആമയം നിരാമയം, ആഭിമുഖ്യം വൈമുഖ്യം, അപഗ്രഥനം ഉത്ഗ്രഥനം, അപകർഷം ഉത്കർഷം. അന്വർത്ഥം നിരർത്ഥം, ആശ്രയം നിരാശ്രയം, ഭേദി ഗ്രാഹി, ഭൗമം അഭൗമം, ഭൂഷണം ദൂഷണം, ഭൂതം ഭാവി, ഭൃത്യൻ യജമാനൻ, മന്ദം ശീക്രം, മലിനം നിർമ്മലം. അന്വർത്ഥം നിരർത്ഥം, ആശ്രയം നിരാശ്രയം, ഭേദി ഗ്രാഹി, ഭൗമം അഭൗമം, ഭൂഷണം ദൂഷണം, ഭൂതം ഭാവി, ഭൃത്യൻ യജമാനൻ, മന്ദം ശീക്രം, മലിനം നിർമ്മലം. മമ തവ, മണ്ണ് വിണ്ണ്, മിഥ്യ തഥ്യ, മൈനർ മേജർ, മുദിത കുപിത, മുഗ്ധം വിമുഗ്ധം, യജ്ഞം അയജ്ഞം, രഹിതം സഹിതം, രവം നീരവം. മമ തവ, മണ്ണ് വിണ്ണ്, മിഥ്യ തഥ്യ, മൈനർ മേജർ, മുദിത കുപിത, മുഗ്ധം വിമുഗ്ധം, യജ്ഞം അയജ്ഞം, രഹിതം സഹിതം, രവം നീരവം. രസം നീരസം, രസികൻ അരസികൻ, രൗദ്രം ശാന്തം, ലഘു ഗുരു, ലഘിമ ഗരിമ, ലഘുത്വം ഗുരുത്വം, ലളിതം കഠിനം, ലാഘവം ഗൗരവം. രസം നീരസം, രസികൻ അരസികൻ, രൗദ്രം ശാന്തം, ലഘു ഗുരു, ലഘിമ ഗരിമ, ലഘുത്വം ഗുരുത്വം, ലളിതം കഠിനം, ലാഘവം ഗൗരവം. ലാഭം നഷ്ടം, വാച്യം വ്യംഗ്യം, വികാസം സങ്കോചം, വിശാലം സങ്കുചിതം, വിമുഖം ഉന്മുഖം, വിയോഗം സംയോഗം. അപ്പം ലാഭം നഷ്ടം, വാച്യം വ്യംഗ്യം, വികാസം സങ്കോചം, വിശാലം സങ്കുചിതം, വിമുഖം ഉന്മുഖം, വിയോഗം സംയോഗം. വിരക്തി ആസക്തി, വിരളം സരള അല്ലെങ്കിൽ അവിരളം എന്ന് പറയും. വൃഷ്ടി സമഷ്ടി, ഈ ഇടയ്ക്ക് ചോദിച്ച വൃഷ്ടി. വന്ദിതം നിന്ദിതം, വാചാലൻ വാഗ്മി, വിരസം സരസം, വിഷണ്ണ പ്രസന്ന, വിഫലം സഫലം. നോക്കിയേ, വിരക്തി ആസക്തി, വിരളം സരള അല്ലെങ്കിൽ അവിരളം, വൃഷ്ടി സമഷ്ടി, വന്ദിതം നിന്ദിതം, വാചാലൻ വാഗ്മി, വിരസം സരസം, വിഷണ്ണ പ്രസന്ന, വിഫലം സഫലം. വിയോഗം സംയോഗം, വിരളം ബഹുലം, വിശ്വാസം അവിശ്വാസം, വിവൃതം സംവൃതം, വൃദ്ധി ക്ഷയം. ഈ ഇടയ്ക്ക് വിവൃതം സംവൃതം ചോദിച്ചിട്ടുള്ളതാണ്. വൃദ്ധി ക്ഷയം, വ്യാജം നിർവ്യാജം, വികാസം സങ്കോചം, വിവക്ഷ സ്വപക്ഷ. വിയോഗം സംയോഗം, വിരളം ബഹുലം, വിശ്വാസം അവിശ്വാസം, വിവൃതം സംവൃതം, വൃദ്ധി ക്ഷയം, വ്യാജം നിർവ്യാജം, വികാസം സങ്കോചം, വിവക്ഷ സ്വപക്ഷ. ശിഷ്ടൻ ദുഷ്ടൻ, ശ്ലാഘനീയം ഗർഹണീയം, ശാന്തം ഉഗ്രം, ശിക്ഷ രക്ഷ, ശീക്രം മന്ദം, ശോഷണം പോഷണം, ശുഭം അശുഭം, ശ്ലാഘ്യം ഗർഹം. നോക്കിയേ, ശിഷ്ടൻ ദുഷ്ടൻ, ശ്ലാഘനീയം ഗർഹണീയം, ശാന്തം ഉഗ്രം, ശിക്ഷ രക്ഷ, ശീക്രം മന്ദം, ശോഷണം പോഷണം, ശുഭം അശുഭം, ശ്ലാഘ്യം ഗർഹം. ഗർഹ്യം ശ്ലാഘ്യം ഗർഹ്യം കേട്ടോ.
ശാലീനം ദീപ്രം രക്ഷകൻ രക്ഷിഷകൻ രക്ഷകൻ ശിഷ്യകൻ ശിഷ്യകൻ രക്ഷകൻ സഫലം വിഫലം സ്വാർത്ഥകം നിരർത്ഥകം സങ്കടം സന്തോഷം സത്യം അസത്യം അല്ലെങ്കിൽ മിഥ്യ സത്ത് അസത്ത് സദാചാരം ദുരാചാരം ശാലീനം ദീപ്രം ശിഷ്യകൻ രക്ഷകൻ സഫലം വിഫലം സാർത്ഥകം നിരർത്ഥകം സങ്കടം സന്തോഷം സത്യം അസത്യം അല്ലെങ്കിൽ മിഥ്യ സത്ത് അസത്ത് സദാചാരം ദുരാചാരം സംഭരണം വിതരണം സാമാന്യം വിശേഷ്യം വിശേഷ്യം സാരം നിസാരം സുകരം ദുഷ്കരം സൃഷ്ടി സംഹാരം സൗന്ദര്യം വൈരൂപ്യം സംയോഗം വിയോഗം സംഭരണം വിതരണം സാമാന്യം വിശേഷ്യം സാരം നിസാരം സുകരം ദുഷ്കരം സൃഷ്ടി സംഹാരം സൗന്ദര്യം വൈരൂപ്യം സംയോഗം വിയോഗം സ്വകീയം പരകീയം സഫാര്യൻ വിഭാര്യൻ സജാതീയ വിജാതീയ സ്ഥൂലം സൂക്ഷ്മം സായത്തം പരായത്തം ഹിമം ഉഷ്ണം നവീനം പ്രാചീനം സഹിതം രഹിതം. നോക്കിയേ, സ്വകീയം പരകീയം സഫാര്യൻ വിഭാര്യൻ സജാതീയ വിജാതീയ സ്ഥൂലം സൂക്ഷ്മം സ്വായത്തം പരായത്തം ഹിമം ഉഷ്ണം നവീനം പ്രാചീനം സഹിതം രഹിതം. സ്വാശ്രയം പരാശ്രയം സാമ്യം വ്യത്യാസം സുന്ദരൻ വിരൂപൻ സുപ്രസിദ്ധൻ കുപ്രസിദ്ധൻ സംശയം നിശ്ചയം സംഭവ്യം അസംഭവ്യം സുപ്രസിദ്ധൻ കുപ്രസിദ്ധൻ സരളം പ്രൗഢം. അപ്പൊ നോക്കിയേ, സ്വാശ്രയം പരാശ്രയം സാമ്യം വ്യത്യാസം സുന്ദരൻ വിരൂപൻ സുപ്രസിദ്ധൻ കുപ്രസിദ്ധൻ സംശയം നിശ്ചയം സംഭവ്യം അസംഭവ്യം സരളം പ്രൗഢം. സാജാത്യം വൈജാത്യം സൗമ്യം തീഷ്ണം സഹിതം രഹിതം സദയം നിർദ്ദയം സൃഷ്ടി സംഹാരം സ്വാർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു നിസ്വാർത്ഥം സ്ഥാവരം ജംഗമം. അപ്പൊ സാജാത്യം വൈജാത്യം സൗമ്യം തീഷ്ണം സഹിതം രഹിതം സദയം നിർദ്ദയം സൃഷ്ടി സംഹാരം സ്ഥാവരം ജംഗമം. ഓക്കെയാണോ? അപ്പൊ നമ്മൾ കുറച്ച് വിപരീത പദങ്ങളാണ് പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ് വിപരീത പദങ്ങൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരാളിന് ഈ 2 പുസ്തകം വീതം കൊടുക്കണം. ഈ വാക്യത്തിലെ ദോഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പദദോഷം പദക്രമ ഭംഗം വിശേഷണ പ്രയോഗ വൈകല്യം പൗനരുക്ത്യം. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരേണ്ടത് നോക്കിയേ, പൗനരുക്ത്യം എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാളിന് ഈ 2 പുസ്തകം വീതം കൊടുക്കണം. ഈ 2 പുസ്തകം വീതം കൊടുക്കണം. ഈ 2 വീതം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഈ 2 പുസ്തകം വീതം കൊടുക്കണമെന്നില്ല. അപ്പം നോക്കിക്കേ, ഇത് നമ്മൾ പൗനരുക്ത്യം എന്നാണ് പറയുന്നത്. എന്താന്ന് നോക്കാം, നമുക്ക് നോക്കാം. പൗനരുക്ത്യം എന്നാൽ എന്താണ്? പൗനരുക്ത്യം എന്ന് വെച്ചാൽ ഒരേ അർത്ഥം വരുന്ന പദങ്ങള് വാക്യത്തിൽ പ്രയോഗിക്കുന്നു. ഒരേ അർത്ഥം വരുന്ന 2 പദങ്ങൾ വാക്യത്തിൽ പ്രയോഗിക്കുന്നതിന് പറഞ്ഞ പേരാണ് പൗനരുക്ത്യം. ഈ 2 എന്ന് പറയും, ഈ 2 പുസ്തകം കൊടുക്കണമെന്ന് മതി, അതിന്റെ കൂടെ വീതം എന്ന് വേണ്ട. അപ്പം ഈ 2 വീതത്തിന്റെയൊക്കെ എന്തുവാ അല്ലെ 2 വീതം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഈ 2 പുസ്തകം പിന്നെ വീതമൊന്നും വേണ്ട, മനസ്സിലായോ? ഈയും വീതവും കൂടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരേ മീനിങ് വരുന്ന 2 പദങ്ങൾ വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പൗനരുക്ത്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പദദോഷം. പദദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരത്തെറ്റായിട്ട് പദങ്ങൾ തരാറുണ്ട്. അപ്പൊ അവളെ യാദൃച്ഛികമായിട്ടാണ് കണ്ടുമുട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവര് തരുന്ന യാദൃച്ഛികം എന്താ ഇങ്ങനെയാണെങ്കിൽ തെറ്റാ, അതിന് പദദോഷം എന്ന് പറയും. ശരിയായിട്ട് നമ്മൾ യാദൃച്ഛികം ഇങ്ങനെയല്ലേ ഈ ചായല്ലേ വരേണ്ടത്. അപ്പം അക്ഷരത്തെറ്റായിട്ട് പദങ്ങൾ വരുന്നതാണ് പദദോഷം എന്ന് പറയുന്നത്. ഓക്കെ, പദക്രമ ഭംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഡർ തെറ്റിയായിരിക്കും വാക്യം തന്നിരിക്കുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് നൽകി എന്ന് പറയുന്നു. അപ്പൊ ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെറ്റായിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് നൽകി. അപ്പൊ അവിടെ ആ തന്നിരിക്കുന്ന സെന്റൻസ് ഓർഡർ തെറ്റി തരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? പദക്രമ ഭംഗം എന്ന് പറയാം. ഇനി വിശേഷണ പ്രയോഗ വൈകല്യം എന്നുദ്ദേശിക്കുന്നത് അതിനകത്ത് ഉപയോഗിക്കുന്ന
സമുച്ചയ വികല്പദോഷം, അതായത് ഗതിദോഷം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അതായത് നമ്മള് ഇപ്പം രാമനും സീതയോ വന്നില്ല, ഇങ്ങനെയാണ് ഒരു ആൻസർ, ഒരു വാക്യമെങ്കിൽ തെറ്റല്ലയോ? രാമനും സീതയോ വന്നില്ല എങ്ങനെ പറയും നമ്മള്? രാമനും സീതയും വന്നില്ല എന്നാക്കണം, അല്ലയോ? അല്ലെങ്കിൽ രാമനോ സീതയോ വന്നില്ല എന്നാക്കണം. മനസ്സിലായോ പറയുന്നത്? അപ്പൊ രണ്ടും ഒരേ രീതിയിലാക്കി നമ്മൾ പറയണം. അതിന് നമ്മൾ സമുച്ചയ വികല്പ ദോഷം എന്ന് പറയാറുണ്ട്. അതുപോലെ പൗനരുക്ത്യം എന്ന് പറഞ്ഞാൽ എന്താ? പൗനരുക്ത്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് പൗനരുക്ത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കണക്കുള്ള മീനിങ് ഉള്ള രണ്ട് പദങ്ങൾ വരാറുണ്ട്. അതായത് നമുക്ക് ഉദാഹരണം പറയാം. സുഷമ എല്ലാ വെള്ളിയാഴ്ച തോറും അമ്പലത്തിൽ പോകാറുണ്ട്. സുഷമ എല്ലാ വെള്ളിയാഴ്ച തോറും. അപ്പൊ എല്ലാമും വന്നു, തോറും വന്നു. മനസ്സിലായോ? അങ്ങനെ വരേണ്ട കാര്യമില്ല. പിന്നെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ പങ്കെടുത്തു. ഏകദേശവും ഓളം കൂടെ ഒരുമിച്ച് വന്നു. അങ്ങനെ വരണ്ട. അതിന് പറഞ്ഞ പേരാണ് പൗനരുക്ത്യം. മനസ്സിലായോ? അപ്പൊ പദങ്ങള് തെറ്റായിട്ട്, അക്ഷരങ്ങൾ തെറ്റായിട്ട് തരികയാണെങ്കിൽ, ഇത് തെറ്റായി യാദൃശ്ചികം ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അക്ഷരങ്ങൾ തെറ്റായിട്ട് തരിക, അതായത് വാക്കുകൾ തെറ്റായിട്ട് എഴുതുന്നെങ്കിൽ അതിനെ പദദോഷം എന്നും, ഓർഡർ ഇല്ലാതെ തരുന്നെങ്കിൽ പദക്രമഭംഗം എന്നും പറയുന്നു. മനസ്സിലായോ? പൗനരുക്തി എന്ന് വെച്ചാൽ ഒരേ അർത്ഥമുള്ള പദങ്ങൾ വരുന്നു. പിന്നെ ഈ വിശേഷണ പ്രയോഗ വൈകല്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗതിദോഷം വരും. അതുപോലെ പിന്നെ ഇത് സമുച്ചയ വികല്പദോഷം, ഉമ്മും ഓയും ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന രീതി, അത് ആ രീതിയിലായിരിക്കണം. അങ്ങനെ പറയുന്നതാണ് വിശേഷണ പ്രയോഗ വൈകല്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പൂക്കൾ എന്ന പദത്തിലെ സന്ധി ഏത്? ആഗമം, ആദേശം, ദ്വിത്വം, ലോപം. ഏതാ ആൻസർ? ഏതാ? ദ്വിത്വം എന്നുള്ളതാണ്. ഓക്കെ. നമുക്കറിയാം, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരാണ് ദ്വിത്വസന്ധി. അപ്പൊ പൂക്കൾ എന്ന് പറയുന്ന പദത്തെ നമ്മൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പൂ അധികം കൾ എന്നാണ്. ഈ കാ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇരട്ടിച്ചു. അങ്ങനെ ഇരട്ടിച്ചു കഴിഞ്ഞാൽ അതേത് സന്ധ്യ? ദ്വിത്വസന്ധിയാണ്. നമ്മളിത് ക്ലാസ്സുകളിലൊക്കെ എടുത്തിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്ന് പറയാം. ആഗമസന്ധി എന്താ? ആഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വന്നു ചേരുക എന്നാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായിട്ട് വന്നു ചേരുന്നതിനെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണം ശ്രദ്ധിക്കുക. കരിയില എന്ന് പറയുന്ന പദത്തെ നമ്മൾ പിരിച്ചെഴുതുകയാണ്. കരി പ്ലസ് ഇല. അപ്പൊ ഇവിടെ ഉള്ള ഈ പിരിച്ചെഴുതിയതെല്ലാം ഇപ്പുറത്തുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ കരി ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഇലയാണ്, ഇവിടെ ഇലയാണ്. ഇലയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? യു പ്ലസ് ഇല എന്ന് എഴുതി കൂടായോ? അപ്പൊ ഇല എന്ന് പറയുന്ന പദം ഇവിടെ ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ ഇല്ലാത്ത ഒരു വർണ്ണം ഇവിടെ വന്നു ചേർന്നു. യു പുതുതായിട്ട് വന്നു ചേർന്നതാണ്. അതുകൊണ്ട് അത് ഏത് സന്ധിയായി? ആഗമസന്ധിയായി. ഇനി ആദേശസന്ധി ശ്രദ്ധിക്കുക. ഒന്ന് പോയിട്ട് ഒന്ന് വന്നു ചേർന്നതിനാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. നെന്മണി എന്ന് പറയുന്ന പദം നമ്മൾ പിരിച്ചെഴുതുകയാണ്. എങ്ങനെ എഴുതാൻ പറ്റും? നെല് പ്ലസ് മണി എന്ന് എഴുതാം, അല്ലെങ്കിൽ നെൽ പ്ലസ് മണി എന്ന് എഴുതാം, അല്ലെ? നെൽ പ്ലസ് മണി, ഇത് രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഇനി നോക്കിക്കേ, നേ ഇവിടെയുണ്ട്, മണി എന്നുള്ളതും ഇവിടെ ഉണ്ട്. എന്നാൽ ലോ ഇല്ലോ അല്ലല്ലോ ഇപ്പുറത്ത് കിടക്കുന്നത്, ഇപ്പുറത്ത് ഇന്നല്ലേ കിടക്കുന്നത്. അപ്പം ഇതിന് പകരമാണ് അത് പോയിട്ട്, ല് അല്ലെങ്കിൽ ഇല്ല് പോയിട്ടാണ് എന്ത് വന്നത്? ഇൻ വന്നത്. അതുകൊണ്ട് അത് ഏത് സന്ധിയായി? ആദേശസന്ധിയാണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ ഏത് സന്ധിയാ? ലോപസന്ധി. ലോപസന്ധി നോക്കിയേ, പിരിച്ചെഴുതുമ്പം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർത്ത് എഴുതുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോപസന്ധി എന്ന് പറയുന്നത്. നമുക്ക് പറയാം, തണുപ്പുണ്ട്. തണുപ്പുണ്ട് എന്ന് പറയുന്ന പദം നമ്മൾ പിരിച്ചെഴുതുകയാണ്. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ പിരിച്ചെഴുതുമ്പോഴ് പ്ലസിന് മുമ്പ് സമ്പ്രദോകാരവും തുടർന്നൊരു സ്വരാക്ഷരവും വന്നു. ചേർത്തെഴുതുമ്പം ഈ ഇപ്പായ്ക്ക് മാറ്റമില്ല, ഇപ്പായായിട്ട് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അത് ലോപസന്ധിയാണ്. ഇവിടെ ഈ ചന്ദ്രകല പോയത്, അതിന് നമ്മൾ സമ്പ്രദോകാരം എന്ന് പറയും. ഈ സമ്പ്രദോകാരം പോയതായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് നമുക്ക് വേറൊന്ന് നോക്കാം. പച്ചരി എന്ന് പറയുന്ന പദത്തെ വേണ്ട, കറുത്തീയം എന്ന് പറയുന്ന പദത്തെ നമ്മൾ പിരിക്കുകയാണ്. കറുത്തീയം. കറുത്തീയം എന്ന് പറയുന്ന പദത്തെ നമ്മൾ എങ്ങനെ പിരിച്ചെഴുന്നേ? കറുത്ത അധികം ഈയം എന്നല്ലേ പിരിച്ചെഴുന്നത്, ആണോ? എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കറുത്ത അധികം ഈയം എന്നാണ് പിരിച്ചെഴുതുന്നത്. ഇവിടെ നമ്മള് ഈ പ്ലസിന് മുമ്പ് ഇത്ത എന്ന് പറയുന്നൊരു അക്ഷരം കിടക്കുന്നത് അല്ലേ? അതിൽ ആ എന്ന് പറയുന്നൊരു സ്വരം ഇല്ലയോ? അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കറുത്ത് പ്ലസ് ആന്ന് എഴുതി കൂടായോ? അതിന്റെ കൂടെ ഈയം കൂടെ എഴുതി.
എന്നിട്ട് ഈ കറുത്ത് എന്നുള്ളത് ഈയത്തിന്റെ കൂടെ ചേർന്ന് കർത്തീയം എന്നാൽ ഇതിന്റെ കൂടെ ഇരുന്ന് ആ എന്തോ ചെയ്തു ലോപിച്ച് പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ല ക്ലാസ്സുകളിൽ നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം നിങ്ങൾ പഠിക്കുക. അപ്പൊ നോക്കിയേ, പൂക്കൾ എന്ന പദത്തിലെ സന്ധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ സന്ധിയാണ്, ദ്വിത്വസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്ന ദ്വിത്വസന്ധി, ഒന്ന് പുതുതായിട്ട് വരുന്നത് ആഗമസന്ധി, ഒന്ന് പോയിട്ട് ഒന്ന് വന്നു ചേരുന്നത് ഏതാണ്? അത് ആദേശസന്ധിയാണ്. ഇനി ഒരു വർണ്ണം ഇല്ലാതാകുന്നതാണ് അതേ സന്ധിയ, അതാണ് ഒന്ന് ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിദ്യുത് ശക്തി എങ്ങനെയാണ് പിരിച്ചെഴുതിയാലെന്ന്. ഓക്കെ, വിദ്യുത് അധികം ശക്തി, വിദ്യുത് അധികം ശക്തി, വിദ്യുത് അധികം ശക്തി, വിദ്യുത് പ്ലസ് ശക്തി. ഏതാ? വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. നമുക്ക് പിരിച്ചെഴുതാനൊക്കെ പദങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. വെൺമയിൽ എങ്ങനെ പിരിക്കും? വെൺമയിൽ ഇണ്ണ് വരുന്ന ഈ ഭാഗത്ത് ഇള്ളായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇണ്ണ് വരുന്നിടത്തെല്ലാം പിരിച്ചെഴുതുമ്പോൾ ഇൾ വരും. അപ്പൊ വെൺമയിൽ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ വെൾ പ്ലസ് മയില്. തണ്ണീർ, തണ്ണീർ, തൺ പ്ലസ് നീറാണ് തണ്ണീർ. തണ്ടാർ, തൺ പ്ലസ് താർ തണ്ടാർ. നിമ്നോന്നതം, നിമ്ന പ്ലസ് ഉന്നതം. തൊണ്ണൂറ്, തൊൺ അധികം നൂറ്. ചിന്മയം, ചിത്ത് അധികം മയം. ഹൃദ്വികാരം, ഹൃത് അധികം വികാരം. നിരായുധരായ, നി അധികം ആയുധർ അധികം ആയ. നിരീശ്വരൻ, നീ അധികം ഈശ്വരൻ, നീ അധികം ഈശ്വരൻ. ഒന്നൊക്കെ, വെൺമയിൽ വെൾ പ്ലസ് മയിൽ. തണ്ണീർ, തൺ പ്ലസ് നീറ്. തണ്ടാർ, തൺ പ്ലസ് താറ്. നിമ്നോന്നതം, നിമ്ന അധികം ഉന്നതം. തൊണ്ണൂറ്, തൊൺ പ്ലസ് നൂറ്. ചിന്മയം, ചിത് പ്ലസ് മയം. ഹൃദ്വികാരം, ഹൃദ് അധികം വികാരം. നിരായുധരായ, നീ അധികം ആയുധർ അധികം ആയ. നിരീശ്വരൻ, നീ അധികം ഈശ്വരൻ. നിരർത്ഥം, നീ അധികം അർത്ഥം. കേമൻ, കേമം അധികം അന്ന്. നളോളം ഇവൻ, നളോളം അധികം ഇവൻ. മഹച്ചരിതം, മഹത് അധികം ചരിതം. ശരത് ചന്ദ്രൻ, ശരത് അധികം ചന്ദ്രൻ. ഇവിടെ ശരത് അധികം ഉണ്ടേ, ശരത് അധികം ചന്ദ്രൻ. വിദ്യുത് ശക്തി, വിദ്യുത് അധികം ശക്തി. തത്വമസി, തത് അധികം ത്വം അധികം അസി. ഋഗ്വേദം, ഋഗ് അധികം വേദം. ഗാ വരുമ്പോഴേ കായായിട്ട് മാറുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ നിരർത്ഥം, നീ അധികം അർത്ഥം. കേമൻ, കേമം പ്ലസ് അന്ന്. നളോളം ഇവൻ, നളോളം അധികം ഇവൻ. മഹച്ചരിതം, മഹത് അധികം ചരിതം. ശരത്ചന്ദ്രൻ, ശരത് അധികം ചന്ദ്രൻ. വിദ്യുത് ശക്തി, വിദ്യുത് അധികം ശക്തി. തത്വമസി, തത് അധികം ത്വം അധികം അസി. ഋഗ്വേദം, ഋഗ് അധികം വേദം. ഇവിടം, ഈ പ്ലസ് ഇടം. മഹച്ചരിതം നമ്മൾ പറഞ്ഞു, മഹത് അധികം ചരിതം. വാങ്മയം, വാക്ക് പ്ലസ് മയം. വീരോക്തി, വീര അധികം ഉക്തി. സമീക്ഷ, സം അധികം ഈശ. ശകുന്തളോപാഖ്യാനം, ശകുന്തള അധികം ഉപ അധികം ആഖ്യാനം. സദ്വികാരം, സത് അധികം വികാരം. അപ്പൊ ഇവിടം, ഈ പ്ലസ് ഇടം. മഹച്ചരിതം, മഹത് അധികം ചരിതം. വാങ്മയം, വാക് പ്ലസ് മയം. വീരോക്തി, വീര അധികം മുക്തി. സമീക്ഷ, സം അധികം ഈക്ഷ. ശകുന്തളോപാഖ്യാനം, ശകുന്തള അധികം ഉപ അധികം ആഖ്യാനം. സദ്വികാരം, സത് അധികം വികാരം. ഭഗവത്ഗീത, ഭഗവത് പ്ലസ് ഗീത. കണ്ട, ഭഗവത് ദാ വരുമ്പോൾ തായായിട്ടാണ് പിരിച്ചെഴുതുമ്പോൾ. പൊൽക്കലശം, പൊന്നധികം കലശം. ഉന്നമ്രം, ഉത്തധികം നമ്രം. തുഴയാൻ, തുഴ പ്ലസ് ആൻ. വാഗതീതം, വാക് പ്ലസ് അതീതം. അവൻ, ആ പ്ലസ് അൻ. ഇവൾ, ഈ പ്ലസ് അള്ള്. അയാൾ, അയാൾ ഇങ്ങനെ പിരിച്ചെഴുതും, ആ പ്ലസ് ആൾ. ഇയാൾ, ഇയാൾ എങ്ങനെ പിരിച്ചെഴുതും, ഈ പ്ലസ് ആൾ, ഈ പ്ലസ് ആൾ. ഓക്കെ, ഇപ്പൊ ഭഗവത്ഗീത, ഭഗവത് പ്ലസ് ഗീത. പൊൽക്കലശം, പൊന്നധികം കലശം. ഉന്നമ്രം, ഉത്തധികം നമ്രം. തുഴയാൻ, തുഴ പ്ലസ് ആൻ. വാഗതീതം, വാക് പ്ലസ് അതീതം. അവൻ, ആ പ്ലസ് അൻ. ഇവൾ, ഈ പ്ലസ് അള്ള്. അയാൾ, ആ പ്ലസ് ആൾ. ഇയാൾ, ഈ പ്ലസ് ആൾ. പെങ്ങൾ, പെങ്ങൾ എങ്ങനെ പിരിച്ചെഴുതും, പെൺ പ്ലസ് കള്ളാണ് പെങ്ങൾ, പെൺ പ്ലസ് കൾ. നിങ്ങളോ, നിങ്ങൾ എങ്ങനെ പിരിച്ചെഴുതുന്നേ, നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ, നിൻ പ്ലസ് കള്ള്. താങ്കളോ, താങ്കൾ എങ്ങനെ പിരിച്ചെഴുതുന്നേ, താൻ പ്ലസ് കൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്.
നമ്മള് ഇന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്തത്. അപ്പം ഇനിയുള്ള പരീക്ഷ, അതായത് ഡിഗ്രി ലെവൽ എക്സാം വരികയാണ്. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.